Welcome to Annie's Kitchen and you're watching Annie's Kitchen with Annie. നമ്മൾ 3-4 ദിവസമായിട്ട് വെജിറ്റേറിയനാണ് ചെയ്യുന്നത് അല്ലേ? പക്ഷെ എന്നാലും ഞാൻ എൻ്റെ വാക്ക് പാലിച്ചേ. പക്ഷെ അതിനകത്ത് എന്നൊക്കെ നമ്മൾ ഉണ്ടാക്കിയെന്ന് നോക്കിയാൽ ബിരിയാണി അതാ ഈ പറഞ്ഞോട്ട് ചിക്കൻ വെച്ച് മാത്രമല്ല നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ ഒക്കുന്നതെന്നുള്ളത് നമ്മൾ പ്രൂവ് ആയില്ലേ. അത് പ്രൂവ് ആവണമെന്നുണ്ടെങ്കിൽ എല്ലാവരും വീട്ടിൽ വെച്ച് നോക്കിയാലേ ഒക്കത്തുള്ളൂ. ഞാൻ ഇവിടെ കിടന്ന് ഇങ്ങനെ വർത്താനം പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവും ഇല്ല. പക്ഷെ ഇന്ന് എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന റെസിപ്പിയുടെ പേരാണ് ക്രാബ്. ഒരു ഭയങ്കര ടേസ്റ്റ് ആണ് ഇതെന്നാ. ഞാൻ ഫസ്റ്റ് പറയാം, എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെടുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഒരു മെഡ്രാസിൽ കാരക്കുടി എന്നിട്ട് പറഞ്ഞിട്ട് ഒരു ഹോട്ടലുണ്ട് വുഡ്ലാൻഡ്സിനടുത്ത്. അവിടുത്തെ ഈ ക്രാബ് മസാല ഭയങ്കര ടേസ്റ്റാന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു തമിഴ്നാട്ടിൽ ചെന്നിട്ട് പക്കാ നമ്മുടെ കേരള ആ ടേസ്റ്റ് ഉള്ളതോടുകൂടി ആ എരിവും സ്പൈസും എല്ലാം കൂടെ ചേർത്തിട്ട് സത്യം പറഞ്ഞാൽ അന്ന് ശരിക്കും ഞാൻ വയറ് നിറച്ചുണ്ട്. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ തമിഴ്നാട്ടിലൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് വൈറ്റ് റൈസാണ് കിട്ടുന്നത്. അന്നേച്ച് സാമ്പാറിനാന്നേലും തന്നെ നമ്മുടെ ഒത്തിരി നോക്കുവാന്നേലും വ്യത്യാസമല്ലേ. അപ്പം നമ്മൾ അതുമായിട്ട് ഒന്ന് ഇണങ്ങാനായിട്ട് ഒരു ഇച്ചിരി പ്രയാസം വരുവേ. പക്ഷെ അന്ന് ഉണ്ടല്ലോ, ഞാൻ അന്നേലും എൻ്റെ ദൈവം എനിക്കറിയാമല്ല, ഞാൻ മതി മറന്ന് കഴിച്ചെന്ന് പറഞ്ഞാൽ അത്ര അതും കഴിച്ചു. അന്നേച്ചുണ്ടല്ലോ ഇപ്പം അന്നേലും ഞാൻ അത് ഓർക്കുവാന്നേലും എൻ്റെ നാവിൽ ആ രുചി അസലായിട്ടുണ്ട് കേട്ടോ. അപ്പം എന്നാന്ന് വെച്ചാൽ ഇപ്രാവശ്യം നമുക്ക് ഈ ക്രിസ്മസിന് കുറച്ച് സ്പെഷ്യലൊക്കെ ആക്കാന്ന് വെച്ചിട്ട് ഇന്ന് നമ്മൾ ഈ റെസിപ്പി ചെയ്യാൻ പോകുന്നത്. ഇത് വെളിയിൽ നിന്നുള്ള ഒരു തമിഴ്നാട്ടിൽ കഴിച്ചു എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ഒരു ഫ്ലേവർ വരുത്തൂല്ല, പക്ക നമ്മുടെ കേരള ആന്നു. അതിന് ഇനി എന്നാക്കിയാൽ വേണ്ടിയത് നമ്മുടെ വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും ഉള്ളൂ, അല്ലാതെ പ്രത്യേകിച്ച് വേറെ സ്പെഷ്യൽ ഐറ്റംസ് ഒന്നുമില്ല. എന്നാൽ ചേരുവകൾ മാത്രം ഒരു നമ്മൾ സ്ഥിരം ചെയ്യുന്ന പോലെയല്ല, ഒരു ഇച്ചിരി വ്യത്യാസമുണ്ട്, അത്രേ ഉള്ളൂ. ഇതിന് വേണ്ടിയത് ഒന്നെങ്കിൽ വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഒരു വെജിറ്റബിൾ ഓയിൽ. പിന്നെ വേണ്ടിയത് ഇച്ചിരി കടുക്, പിന്നെ കുറച്ച് സവാള കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞേക്കുവാണ്, പിന്നെ കുറച്ച് ഇഞ്ചി ചതച്ചത്, കുറച്ച് വെളുത്തുള്ളി ചതച്ചത്, പിന്നെ കുറച്ച് പച്ചമുളക്, പിന്നെ ടൊമാറ്റോ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞേക്കുക. ഈ സവാളയും ടൊമാറ്റോയും എടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട എന്നാന്നറിയാവോ, നമ്മുടെ ഞണ്ട് എന്തോരം ഉണ്ടോ അത് ഫുൾ കോട്ട് ചെയ്ത് വരുന്ന മസാലയാന്നു ഈ ഉള്ളിയും തക്കാളിയും കൂടെ ചെയ്യുന്നത്. അന്നേരം എന്തോരം മസാല നമുക്ക് വേണം എന്നുള്ളത് നോക്കിയിട്ട് വേണം ആ അളവ് നോക്കാൻ. എനിക്കിപ്പോൾ ഇത്രയത്തിന് എനിക്കൊരു ലിമിറ്റഡ് അളവ് മതി ആ മസാല കോട്ട് ചെയ്ത് വരാൻ. ചിലർക്കാണെങ്കിൽ ചാറ് ഒത്തിരി വേണം എന്ന് തോന്നി, അന്നേരം ഒരു ഉള്ളിയോ അല്ലെങ്കിൽ 2 ഉള്ളിയും ഒരു ടൊമാറ്റോയും കൂടെ കൂടുതൽ അരിഞ്ഞോണം. പിന്നെ നമുക്ക് വേണ്ടി ഇച്ചിരി മഞ്ഞപ്പൊടിയാ, പിന്നെ വേണ്ടിയത് കുറച്ച് കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ എടുത്തേക്കുന്നത്, പിന്നെ ഒരു ഇച്ചിരി മസാല, പിന്നെ വേണ്ടിയത് കുറച്ച് തേങ്ങ, ഒത്തിരി ഒന്നും വേണ്ട, ഒരു ഇച്ചിരി മതിയേ. പിന്നെ എരിവ് അനുസരിച്ചാണ് നമ്മൾ ഇച്ചിരി കുരുമുളക് ചേർക്കുന്നത്. പിന്നെ വേണ്ടിയത് ഇച്ചിരി പെരിഞ്ചീരകം, പിന്നെ ഇച്ചിരി തേങ്ങാക്കൊത്ത്, പിന്നെ ഇച്ചിരി ഉപ്പ്, പിന്നെ കുറച്ച് ഞണ്ട്. ഇത്രയും ഞണ്ടാണ് ഞാൻ മേടിച്ചേക്കുന്നത്. പിന്നെ നിറച്ച് മല്ലിയില, അല്ലെന്നുണ്ടെങ്കിൽ കറിവേപ്പില. ഇനി ആദ്യം എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാവോ, നമുക്ക് ഈ എണ്ണ ഒന്ന് അടുപ്പേൽ ഒഴിച്ചേച്ച് പോവുക, അല്ലെങ്കിൽ എണ്ണ ചൂടാവാൻ പിന്നെ വലിയ മെനക്കേടാണ്. എണ്ണയൊന്ന് ചൂടാവട്ടെ. ആ സമയം നമുക്ക് എന്നാ ചെയ്യണമെന്നറിയോ, ഇച്ചിരി പണിയെന്ന് വെച്ചാൽ അരയ്ക്കാനുള്ളതാണ്. അത് ഏതാന്ന് വെച്ചാൽ തേങ്ങ നമ്മൾ തിരുമ്മി വെച്ചേക്കുന്നില്ലേ അത്, പിന്നെ കുറച്ച് കുരുമുളക്, പിന്നെ ഇച്ചിരി പെരിഞ്ചീരകം. ഇത് നല്ല പേസ്റ്റ് പരുവത്തിന് അരയ്ക്കണേ. ഞാൻ തേങ്ങ എടുക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞില്ലേ, അതേപോലെ തന്നെ ഞാൻ എടുക്കുന്നത്. ഒരു ഇതായിട്ടേ എടുക്കാവുള്ളൂ. അതായത് ഒരു വലിയ ടേബിൾ സ്പൂൺ ആണെങ്കിൽ ഒരു 1 അല്ലെങ്കിൽ നിറച്ചെടുക്കുവാണെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ കണക്കാക്കി എടുത്തോ, അത്രയും മതിയാവും. പിന്നെ എരിവ് കണക്കാക്കിയിട്ട് കുരുമുളക് ചേർക്കുക. ഒത്തിരി എരിവായാൽ പിന്നെ നമുക്ക് കറിയുടെ രുചി അറിയാനൊക്കത്തില്ല. അതുകൊണ്ട് ആവശ്യത്തിന് കുരുമുളകൊന്ന് ആ കുരുമുളകിൻ്റെ ഫ്ലേവർ ഒന്ന് അറിയണം, അത്രേ ഉള്ളൂ. ഇങ്ങനെ ഞാൻ കൈക്കളവൊക്കെ എന്നറിയാം ഇങ്ങനെ എടുക്കുന്നത്, വീട്ടിൽ അങ്ങനെയൊക്കെ എടുത്തെടുത്ത് ശീലമാണേ. ഇനിയിപ്പോൾ നമ്മൾ ഒരാളെ പഠിപ്പിക്കുവാന്നേൽ അങ്ങനെ നോക്കുകയല്ല. അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു വലിയ ടേബിൾ സ്പൂൺ എടുക്കുക.
പിന്നെ അന്നേരം ഒരു ടേബിൾ സ്പൂൺ കണക്കാന്നേലും ഒരു അര ഫുൾ ടേബിൾ സ്പൂൺ എടുക്കണേ പെരിഞ്ജീരകം. ആ പെരിഞ്ജീരകത്തിൻ്റെ ഒരു ടേസ്റ്റ് മുന്നിട്ട് നിന്നോട്ടെ. ഇതിനെ എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ ഇച്ചിരി വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. ഈ സമയം കൊണ്ടുണ്ടല്ലോ നമ്മുടെ എണ്ണ നല്ലതായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് അതിനകത്തോട്ട് കടുകിടാം. കടുക് അളവൊന്നുമില്ല, ഇട്ടുകൊള്ളുക. കടുക് നല്ലതായിട്ട് പൊട്ടുവാന്നേ. നല്ലതായിട്ട് പൊട്ടിയ എല്ലാം പൊട്ടി. ഇനിയിപ്പോൾ അങ്ങനെ ഒത്തിരി പൊട്ടിക്കാൻ നിന്നാൽ എൻ്റെ മുഖത്ത് വരെ പൊട്ടും. അതുകൊണ്ട് അതിന് മുന്നേ നമ്മൾ ആ ഉള്ളി അങ്ങ് ഇടുവാന്നേ. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും അതൊരു 1.5 സ്പൂൺ വെച്ചിട്ടോ. ടീസ്പൂൺ കണക്ക്, ടേബിൾ അല്ല, ടീസ്പൂൺ കണക്ക്. ഞണ്ടിന് കൊഞ്ചിന് ഇതിനൊക്കെ ഉണ്ടല്ലോ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു ഇച്ചിരി കൂടുതൽ ചേർത്തോണേ, എന്നാൽ ആ ഡൈജഷനൊക്കെ കറക്റ്റ് ആവത്തുള്ളൂ. അല്ലെങ്കിൽ ചിലർക്കൊക്കെ അതിന് അലർജി പോലെയൊക്കെ വരുവേ. പിന്നെ ആണെങ്കിൽ ഷെൽഫ് ഫുഡ്സ് ആണെങ്കിൽ ബേസിക്കലി മിക്കവർക്കും അലർജി ആന്നു. അതുകൊണ്ട് നോക്കിയേച്ചൊക്കെ ടേസ്റ്റ് എന്നും പറഞ്ഞൊന്നും കഴിച്ചേക്കരുത്. ഇന്ന് എനിക്ക് അലർജി വരികയില്ല, അതുകൊണ്ട് ഇന്ന് ഞാൻ ഞണ്ട് കഴിക്കാം എന്നൊന്നും പറഞ്ഞ് കഴിച്ചേക്കല്ലേ. ഇത്രയൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ കറിവേപ്പില ഇട്ട് തുടങ്ങും. അത് പ്ലീസ്, നമ്മൾ തമ്മിലൊരു കോംപ്രമൈസ് അതെ, നിവൃത്തിയില്ല. അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാന്നു. ഇതിനകത്തോട്ട് എത്ര പച്ചമുളകാണ് വേണ്ടിയെന്ന് വെച്ചാൽ അതും കാര്യം എന്നാന്നോ, ഞാനിപ്പോൾ ഒന്നുകൂടെ പറയുക. പച്ചമുളകിന് എരിവുണ്ട്, മുളക് പൊടിക്ക് എരിവുണ്ട്, നമ്മൾ ചേർത്തേക്കുന്ന കുരുമുളകിനും എരിവുണ്ട്. അതനുസരിച്ച് വേണം ഓരോ എരിവുള്ള ഇൻഗ്രീഡിയൻറ്റും ചേർക്കാനേ. ചിലർക്കാണെങ്കിൽ നല്ല ഉപ്പും എരിവും പുളിയും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്, ചിലർക്കാണെങ്കിൽ അത്ര ഇഷ്ടമല്ല. വീട്ടിൽ ഞാൻ ചെയ്യുമ്പോഴത്തേനും ഉണ്ടല്ലോ ഇച്ചിരി മീഡിയം ഉപ്പും കാണും, എരിവും കാണും, പുളിയും കാണും. ഉപ്പ് എന്നാലും ഒരു ഇച്ചിരി കുറവായിരിക്കും. ഇതൊന്ന് നല്ലതായിട്ട് ബ്രൗൺ ആവട്ടെ. ആ സമയം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചേക്കുന്ന അരപ്പൊന്ന് നല്ല മഷി പോലെ അരച്ചെടുക്കാവേ. ഓക്കെ, നല്ല അസലായിട്ട് അരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട്, ഇത് ഒത്തിരി അങ്ങ് മൊരിഞ്ഞില്ല, പക്ഷേ ഇച്ചിരിയും കൂടെ ഒന്ന് ആയതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് ടൊമാറ്റോ ഇടണം. ഇത് പക്ഷെ ഒന്ന് വാടി, പക്ഷെ മതി എന്നാലും പോരാ. എനിക്ക് എന്നാന്നറിയോ, ആ ഉള്ളിയൊക്കെ ശരിക്കും ഒന്ന് മൂത്താലേ അതിൻ്റെ ആ കറിക്ക് ഒരു നല്ല ടേസ്റ്റ് വരത്തുള്ളൂ. നമ്മൾ വെപ്രാളം കൂട്ടിയാണ്ടല്ലോ ആ കറിയുടെ ഒരു ടേസ്റ്റ് വരികയല്ല, എല്ലാത്തിനും ഒരു റോ ടേസ്റ്റ് ആയിരിക്കും. റോ ടേസ്റ്റ് ആണെങ്കിൽ നമ്മൾ ഈ മെനക്കിടുന്നതിനൊക്കെ ഒന്നും ഒരു ഗുണം ഉണ്ടാവത്തില്ല. സാധാരണഗതിയിൽ എല്ലാവരും ഉണ്ടല്ലോ ഈ ഉള്ളിയൊക്കെ വഴറ്റാൻ ഇടുമ്പോഴാണ് ഞാനിപ്പോൾ ചെയ്ത കൂട്ട് അരയ്ക്കാനുണ്ടെങ്കിൽ അരയ്ക്കും, അല്ലെങ്കിൽ ഞണ്ട് വൃത്തിയാക്കാനുണ്ടെങ്കിൽ ഞണ്ട് വൃത്തിയാക്കും. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഈ ഉള്ളി വഴറ്റാനായിട്ട് നിന്നു എന്ന് പറഞ്ഞിട്ട് അത്രയും നേരം പോവുകയില്ല. എന്തായാലും ഇന്ന് അരിഞ്ഞേക്കുന്ന ഉള്ളി ഉണ്ടല്ലോ ഒരു ഇച്ചിരി നേരം എടുക്കുമെന്ന് തോന്നുന്നു. എന്നെ ഇച്ചിരി മെനക്കെടുത്താനാന്ന് തോന്നുന്നു. അന്നേരം നമുക്ക് എന്നാ ചെയ്യണമെന്നറിയോ, അങ്ങനെ തോന്നുവാന്നേൽ ഒരു നുള്ളു ഉപ്പിട്ട് കൊടുത്താൽ മതി, അന്നേരം പെട്ടെന്ന് മൂത്തോളും. മറന്നു പോരുത് പിന്നെ നമ്മൾ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നെന്നുള്ളത്. അല്ലെ പിന്നെ നമ്മൾ കറിയുടെ സമയത്താകുമ്പോൾ ചുമ്മാ ഓർക്കാതെ അങ്ങ് ഇട്ടുപോകും. എപ്പോഴും അതിൻ്റെ രുചിയൊക്കെ നോക്കി നോക്കി വേണം ഉപ്പ് ചേർക്കാനേ. ഇനി ഇതിനകത്തോട്ട് ഞാനൊരു നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ടൊമാറ്റോയും കൂടെ ചേർക്കുക. അരിഞ്ഞു വെച്ചേക്കുന്ന ആ ടൊമാറ്റോ ഇപ്പൊ കുഞ്ഞായിട്ട് അരിയണമെന്നൊന്നുമില്ല. ഇതിപ്പോ ഞാൻ എന്നത്തിനാ കുഞ്ഞായിട്ട് അരിഞ്ഞതെന്ന് അറിയാവോ, പെട്ടെന്നൊന്ന് വഴന്നു കിട്ടാനാന്നേ. എല്ലാം നമ്മൾ എളുപ്പ വഴിയല്ലേ നോക്കുന്നേ അന്നേരം. പക്ഷെ എന്നാലും പെട്ടെന്ന് വഴന്നു കിട്ടിയാൽ പോരാ,
അത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ നല്ലൊരു തിക്ക് ഗ്രേവി കിട്ടണമെന്നുണ്ട് എന്നാ ചെയ്യണമെന്നോ ആ ടൊമാറ്റോ നല്ലതായിട്ട് വെന്ത് ആ ഉള്ളിയായിട്ട് ചേർന്ന് ആ ഉള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം നല്ലതായിട്ട് മൊരിഞ്ഞ് വെന്ത് ഇപ്പം നമ്മൾ ഇത്രയും ക്വാണ്ടിറ്റി ആയിട്ടുള്ള സാധനം ഇത്ര കുഞ്ഞായിട്ട് മാറുവേ അത്രയും നല്ലോണം മൊരിയണം എന്ന് പറഞ്ഞ് നമ്മൾ മൊരിച്ച് അങ്ങനെ ബിരിയാണി പോലെ ഒന്നും വറുത്ത് മൊരിച്ചൊന്നും എടുക്കരുത് ഒന്ന് വഴന്ന് ഒന്ന് മൂത്ത് കിട്ടണം അത്രയും സമയം എന്തായാലും എടുക്കും എന്തായാലും ഇപ്പൊ ഞാൻ കുഞ്ഞായിട്ട് അരിഞ്ഞാലും ഉണ്ടല്ലോ അത് സമയം എടുക്കുമെന്നാ തോന്നുന്നത് ഞാൻ ഉള്ളിയൊക്കെ ഉണ്ടല്ലോ ഇച്ചിരി നല്ലതായിട്ട് വഴറ്റിയിട്ടുണ്ട് ആ വഴറ്റാനൊരു എളുപ്പ വഴിയും കൂടെ ഉണ്ട് ഇച്ചിരി ഉപ്പ് അങ്ങോട്ട് ഇട്ടേച്ചും നമ്മൾ ആ അടപ്പില്ലേ നമ്മൾ ഏത് പാത്രം എടുക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ അടപ്പിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചാറുണ്ടല്ലോ പെട്ടെന്ന് വഴന്ന് കിട്ടും അങ്ങനെയാന്നു ഞാൻ പെട്ടെന്ന് വഴറ്റിയെടുത്തത് ഇനിയാന്നു അടുത്ത ജോലി എന്നാന്നോ നമ്മൾ ഈ വെച്ചേക്കുന്ന പൊടിയൊക്കെ ഇല്ലയോ അതെല്ലാം ഇതിനകത്തോട്ട് ചേർക്കണം ആദ്യം എന്നാ ചെയ്യണം ഇച്ചിരി മഞ്ഞപ്പൊടി പിന്നെ കുറച്ച് മുളക് പൊടി എരിവൊന്നും ഞാൻ പറയുകയല്ല എനിക്ക് കണക്കാക്കി ഞാൻ ഇടുക പിന്നെ നമുക്ക് എന്നാന്ന് വെച്ചാൽ ഏനം പോലെ ചെയ്തോണേ കുറച്ച് മസാല ഗരം മസാലയാണേ ഇതിട്ടിട്ട് നല്ലതായിട്ട് ആ പൊടി ഒന്ന് മൂപ്പിക്കണം ഇച്ചിരി വെള്ളം ഒഴിക്കുക പൊടിയെല്ലാം ഉണ്ടല്ലോ ഒരു ഇച്ചിരി ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന തേങ്ങാക്കൊത്തില്ലേ എനിക്ക് തേങ്ങാക്കൊത്ത് ഇറച്ചി ഒലത്തിയതിലും എന്നാ പറയുന്നത് ബേസിക്കലി ഇറച്ചി ഒലത്തിയാൽ അല്ലെങ്കിൽ അവല് വിളയിച്ചതിലൊക്കെ ഇടുമ്പോൾ ഉണ്ടല്ലോ നല്ല ടേസ്റ്റ് അതൊന്ന് ആ മസാലയായിട്ട് പിടിച്ചൊന്ന് വെന്ത് വരുമ്പോഴത്തേനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ ഇച്ചിരി കൂടുതലിട്ടു നമുക്ക് അത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ചിട്ടാൽ മതിയേ ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ അരച്ചു വെച്ചില്ലായിരുന്നോ തേങ്ങായും പെരിഞ്ചീരകവും കുരുമുളകും കൂടെ അത് ഇതിനകത്തോട്ട് ഒഴിക്കണം ഇച്ചിരി അങ്ങോട്ട് കൂട്ടി വെച്ചും ഈ മസാല എല്ലാം കൂടെ നല്ലതായിട്ടൊന്ന് മൂക്കണം അതായത് ആ തേങ്ങായും മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഗരം മസാലയും എല്ലാം അതായത് ആ ഒരു റോ ടേസ്റ്റ് എല്ലാത്തിൻ്റെയും ഇപ്പം മാറിയിട്ട് നല്ലോണം എണ്ണ തെളിയണം തെളിഞ്ഞതിന് ശേഷം നമുക്ക് ഞണ്ടിട്ടേച്ചാൽ മതി ഈ സമയത്ത് നമ്മൾ ഉപ്പ് നോക്കിക്കൊള്ളുക ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവാന്നേൽ ഇപ്പം ചേർക്കാം പിന്നെ പുളി വേണമെന്നുണ്ടെങ്കിൽ ടൊമാറ്റോ ഇപ്പം ചേർക്കാം അതല്ല പുളി ഇനിയിപ്പോൾ ടൊമാറ്റോ വഴന്ന് വരാൻ നേരം എടുക്കുമെന്ന് തോന്നുവാന്നേൽ ഒരു നുള്ള് വിനാഗിരി ഒഴിച്ചേച്ചാൽ മതി പിന്നെ ആന്നേൽ പച്ചമുളകിൻ്റെ എരിവ് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് ചേർക്കാം കുരുമുളകിൻ്റെ എരിവാണെങ്കിൽ ചതച്ചിച്ചിരി കുരുമുളക് ചേർത്തേച്ചാൽ മതി ഏത് ടേസ്റ്റാണ് നമുക്ക് ഏറ്റവും ഇഷ്ടമായിട്ട് വരുന്നത് ആ ഫ്ലേവർ മുന്നായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ ആ ഇൻഗ്രീഡിയൻ്റ് അങ്ങ് ചേർത്തേച്ചാൽ മതി ഇതല്ല ഇതെല്ലാം ഓക്കെയാണ് ഒരു ഇച്ചിരി നിറവും കൂടെ കിട്ടിയേച്ചാൽ മതിയും തോന്നുവാണെങ്കിൽ ഇച്ചിരി കാശ്മീരി മുളക് പൊടി ചേർക്കുക അത്രയേ ഉള്ളൂ പക്ഷെ ഇത് പെട്ടെന്ന് അങ്ങ് വെള്ളം പറ്റുവേ പക്ഷെ എന്നാന്നോ നമുക്ക് എണ്ണ തെളിയുകയും വേണം ഈ ചേർത്തേക്കുന്ന അരപ്പ് കംപ്ലീറ്റ് ഒന്ന് വെന്ത് എണ്ണ നല്ലോണം തെളിഞ്ഞ് ആ ഒരു റോ ടേസ്റ്റ് മാറുകയും വേണം നമ്മുടെ ഗ്രേവിയിൽ സൈഡിൽ കൂടി ഇങ്ങനെ എണ്ണ മേലോട്ട് വന്നുകൊണ്ടിരിക്കുവാണ് ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാവോ ഇതിൻ്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് നല്ല ഞണ്ടും കൂടെ ചേർത്തേച്ച് ഞണ്ടൂടെ വെന്ത് അതിൻ്റെ സ്റ്റോക്ക് കൂടെ ഇറങ്ങി ഇത് നല്ല എന്താ പറയുക നല്ല ബ്രൗൺ നിറമാവുകയല്ലേ
അതാന്നു ഇതിൻ്റെ പരുവം. അപ്പോൾ എന്നാന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ചേർത്തേക്കുന്ന മസാലയുടെ ഒക്കെ ആ റോ ടേസ്റ്റ് അങ്ങ് മാറിയേ, പച്ചച്ചോവയൊക്കെ അങ്ങ് മാറിയിട്ടുണ്ട്. ഇനിയാന്നു ഞാൻ ഞണ്ട് ചേർക്കാൻ പോവാം. ഇത് നല്ലതായിട്ട് ആ മസാല മൊത്തം ഞണ്ടിനകത്തോട്ടൊന്ന് പിടിക്കണം, എന്നാലേ ആ ടേസ്റ്റ് വരത്തുള്ളൂ. അല്ലേലുണ്ടല്ലോ ഇത് ബേസിക്കലി ഷെല്ലോട് കൂടിയുള്ളതല്ലേ, അന്നേരം ആ ഉപ്പും പുളി എരിവും ഒക്കെ ഒന്ന് പിടിക്കാനായിട്ട് ഒരു ഇച്ചിരി സമയം എടുക്കുന്ന കൂട്ടത്തിൽ. അതുകൊണ്ട് നമ്മളങ്ങ് ചുമ്മാ ഉഴപ്പി അങ്ങ് പുരട്ടി വിട്ടേക്കല്ലേ, നമ്മൾ ഈ ഉണ്ടാക്കിയ മസാല മുഴുവൻ ആ ഞണ്ടിനകത്തോട്ടൊക്കെ നല്ലതായിട്ടൊന്ന് പുരണ്ട് വരണം. നല്ലതായിട്ട് അങ്ങോട്ട് പുരട്ടി വെച്ചാൽ കൈ നിറച്ച്, എൻ്റെ കൈക്ക് ഇടുവാന്നേലും ഇത് മുഴുവൻ ഇടേണ്ടി വരും, എന്നാലും വേണ്ടിയല്ല. നമുക്ക് കുറച്ചൊന്ന് ഗാർണിഷ് ചെയ്യാൻ വെച്ച് കുറച്ച് മല്ലിയിലയും കുറച്ച് കറിവേപ്പില അല്ല വേണ്ടേ ഇട്ടിട്ട് ഈ പരുവാക്കി. എന്നാലും ഒരു ഇതുകൂടി ഇരിപ്പുണ്ട്, അന്നേരം ഞാൻ അതുകൂടി ഇടും. അതുകൊണ്ട് ഇപ്പോൾ ഇത് ഇവിടെ കിടക്കട്ടെ. ഈ കറിവേപ്പില ഇടുമ്പോഴത്തേനും ഉണ്ടല്ലോ നല്ല മണവും ആ ടേസ്റ്റും അതിനകത്ത് നല്ലതായിട്ട് വരും. അതുകൊണ്ട് ഇപ്പോൾ ആ ചൂട് ആ കറിവേപ്പിലയിലോട്ട് അടിച്ചപ്പോൾ ഒന്നും പറയുന്നില്ല ഞാൻ. നല്ല കപ്പ വേവിച്ചതും ഇച്ചിരി ചെമ്പാവരി ചോറും ഒരു ഇച്ചിരി തോരനും ഒക്കെ ഉണ്ടെങ്കിൽ ഈ മസാലയൊക്കെ ഇങ്ങനെ കുഴച്ച് കഴിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ. ഇനി നമ്മൾ ആദ്യം ഉള്ളി വഴറ്റിയപ്പോൾ ഒരു ഇച്ചിരി ഉപ്പിട്ടതാന്നേ, പിന്നെ ഇട്ടിട്ടില്ല. ഇനി ഞണ്ടിനും കൂടെ ചേർത്ത് ഗ്രേവിക്കും എല്ലാം കൂടെ ചേർത്ത് ഞാൻ ഒരു ഇച്ചിരി ഉപ്പ് ഇടത്തുള്ളൂ. പിന്നെ ഞണ്ട് വെന്തതിന് ശേഷം ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർക്കാം. അതെ, ഈ ഞണ്ടുണ്ടല്ലോ എപ്പോഴും നമ്മൾ ഞാൻ പറഞ്ഞല്ലേ ചെറിയ സിമ്മയിലിട്ടിട്ട് ആ ഞണ്ടിൽ തന്നെ വെള്ളം ഊറി വന്നിട്ട് വേവുമ്പോഴാണ് കുറച്ചുകൂടെ ടേസ്റ്റ് വരുന്നത്. ഞാനൊരു കാര്യം ചെയ്യാം, നമ്മുടെ ആനീസ് കിച്ചണിൽ എന്തായാലും നമ്മൾ ടേസ്റ്റ് ആയിട്ടുള്ള ആഹാരം ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ സമയം കുറച്ച് സമയം ഒന്നിച്ചിരി സിമ്മയിലിട്ട് ആ ഞണ്ടിൽ നിന്ന് തന്നെ വെള്ളം ഊറി കഴിഞ്ഞാൽ കുറച്ചുകൂടെ ടേസ്റ്റ് വരും. ആ സമയം കൊണ്ട് നമ്മൾ ഇതുവരെ ഗസ്റ്റിൻ്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് ഗസ്റ്റിൻ്റെ കാര്യം പറയാം. ഇന്ന് നമ്മുടെ ആനീസ് കിച്ചണിൽ ആരാ വരാൻ പോകുന്നതെന്നറിയോ? നമുക്ക് എല്ലാവർക്കും അറിയാം, അഭിനയത്തിൽ ഏറ്റവും വിനീത വിധേയനായി നിൽക്കുന്ന ഒരു അഭിനയ പ്രതിഭയാണ് ഇന്ന് നമ്മുടെ ആനീസ് കിച്ചണിലെ സ്പെഷ്യൽ ഗസ്റ്റ്. അത് വേറെ ആരുമല്ല, MR ഗോപകുമാർ ചേട്ടനായിരുന്നു നമ്മുടെ ആനീസ് കിച്ചണിലേക്ക് വരാൻ പോകുന്നത്. ചേട്ടന് വിളിച്ച് ചോദിച്ചപ്പോൾ എന്നാ പറഞ്ഞതെന്നറിയോ? ഞണ്ട് ഭയങ്കര ഇഷ്ടമാണെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇതിന് മുന്നേ നമ്മളൊരു ക്രാബ് റോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നാലും ആ സ്വാദായിരിക്കരുത് ഇതിന്. വെച്ചാൽ കുറച്ചുകൂടെ നല്ലൊരു ടേസ്റ്റ്, വേറെ ഫ്ലേവർ. ഒരിക്കലും നമുക്ക് ഒരു കമ്പാരിസൺ വരാൻ പാടില്ല, ഇത് അതുപോലെയാണല്ലോ എന്ന് ചോദിക്കരുത്. ആനീസ് ടച്ച് എപ്പോഴും ഒരുപോലെ ആവാൻ പാടില്ലല്ലോ, ക്വൈറ്റ് ഡിഫറെൻ്റ് അല്ലേ? അപ്പോൾ എന്നാ ചെയ്യേണ്ടത്? നമുക്കിനി ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഇത്രയും നേരം സിമ്പിൾ ഇട്ടേക്കുമായിരുന്നേ. രുചി ഉണ്ട് കേട്ടോ, ഇല്ലെന്നൊന്നും പറയാൻ പറ്റത്തില്ല. എന്നാലും ഒരു ചെറിയ കാര്യമുണ്ട്, എന്നറിയോ? ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ച് നമുക്കങ്ങ് വേവിക്കാം, അല്ലാതെ ഇപ്പോഴൊന്നും ആവുകയില്ല ഇത്. അത് മാത്രമല്ല, ഞണ്ട് നല്ലതായിട്ട് വെന്ത് കഴിഞ്ഞാൽ നല്ല മുരിച്ചെടുക്കാൻ മറക്കരുത്. അതുകൊണ്ട് ഞാൻ ഇച്ചിരി വെള്ളം ഒഴിക്കുവാണേ. വെള്ളം ഊറിയിട്ടുണ്ട്, ഞണ്ടിൽ നിന്ന് തന്നെ ഊറിയേക്കുക. എന്നാലും ഞാനൊരു ഇച്ചിരി വെള്ളം കൂടെ ഒഴിക്കാം. അത് അമ്മമാർ പറയുന്ന പോലെ എത്ര ഈ പെൺപിള്ളേർക്ക് പറഞ്ഞാലും മനസ്സിലാവുകയില്ല. ഒഴിക്കരുതെന്ന് പറഞ്ഞാൽ ഒഴിക്കും, എന്നെ ചെയ്യാൻ. അതുകൊണ്ട് ഒരു സ്വല്പം വെള്ളമാവാം. എന്നാലും തീ ഒന്ന് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാലുണ്ടല്ലോ തീ ഒരു ഇച്ചിരി കൂട്ടിയിട്ടേച്ചാൽ ഒന്ന് തിളച്ചതിന് ശേഷം നമുക്കൊന്ന് സിമ്മാക്കി വെച്ചേച്ച് നല്ല മൊരിച്ചെടുത്താൽ മതി. പക്ഷേ ഒരു ഞണ്ടോ കൊഞ്ചോ എന്നതേലും ഒരു അടുക്കളയിൽ കയറിക്കഴിഞ്ഞാൽ ആ അടുക്കളയിലുള്ളൊരു മണം മനസ്സിലായല്ലോ. അപ്പോൾ എൻ്റെ ജോലി മനസ്സിലാക്കാമല്ലോ അല്ലേ? എന്നാലും നമുക്കൊരു നല്ലൊരു ക്രാബിൻ്റെ ഒരു നല്ല മണം വേണം, ഇല്ല എന്നല്ല. പക്ഷെ എന്നാൽ ആ ക്രാബ് വൃത്തിയാക്കുമ്പോൾ ഒരു അടുക്കളയുടെ ഒരു അന്തരീക്ഷം നമുക്കറിയാമല്ലോ. ഞാൻ കാരക്കുടി ഞണ്ട് റോസ്റ്റും നമ്മുടെ കപ്പ വേവിച്ചതും ഇതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ സ്പെഷ്യലാകട്ടോ ഈ ചോറ്. ഇതിൻ്റെ കൂടെ ആ എരിവും കൂടെ മിക്സ് ചെയ്ത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. അതുകൊണ്ട് ഞാൻ ഇച്ചിരി ചോറ് കരുതിയിട്ടുണ്ട്. പിന്നെ ചോറിനൂടെ ആണെങ്കിലും ഒരു ഇച്ചിരി തോരനും കൂടെ ഇല്ലെങ്കിൽ ഒട്ടും ഒക്കത്തില്ല. അതാണ് ഒരു കോമ്പിനേഷൻ. അതുകൊണ്ട് റെഡി ആക്കിയിട്ടുണ്ട്. നമസ്തേ ചേട്ടാ. നമസ്തേ വരണം. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ചേട്ടൻ എൻ്റെ അടുക്കളയിൽ വന്നതിൽ. ഞാൻ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിക്കുന്ന കാര്യമാണ് ഈ അടുക്കളയിൽ വരണം. അയ്യോ സത്യം
ഒരു ഔപചാരികതയ്ക്ക് വേണ്ടി പറയുന്നതല്ല, ഒരുപാട് കാലമായിട്ട് ആഗ്രഹിക്കുന്നതാണ് ഇവിടെ വരണമെന്ന്. പക്ഷെ ഇപ്പോഴാണ് വരാനുള്ള ഒരു സന്തോഷം. അതാണ് എനിക്ക് ശരിക്കും പറഞ്ഞ ചേട്ടൻ വന്നപ്പോൾ എനിക്കൊരു മകളുടെ വീട്ടിൽ വന്ന് സന്തോഷം, ആ ഒരു സന്തോഷം എനിക്ക് ഒരുപാടുണ്ട്. മാത്രമല്ല എനിക്കൊരു ചെറിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ചേട്ടൻ. എന്നാ ഞാൻ അഭിനയിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് സത്യം പറഞ്ഞാൽ ചേട്ടൻ്റെ ഒരു മോളായിട്ട് ഒരു ക്യാരക്ടർ ചെയ്യണം ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ അത് സാധിച്ചില്ല. പക്ഷെ ഇന്ന് എനിക്ക് അഭിനയം അല്ലെങ്കിൽ പോലും യാഥാർത്ഥ്യത്തിലൊരു ഡയസ് കിട്ടിയത് ഇപ്പോഴാണ്. ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇത് തമിഴ്നാടും കേരളവും കൂടെ മിക്സ് ചെയ്താണ്. ഞാനും ഏതാണ്ട് അങ്ങനെയാ. ഞാനും തമിഴ്നാടും കേരളവും കൂടെ മിക്സ് ചെയ്തതാ. അതായത് ഞാൻ ജനിച്ചപ്പോ കേരളത്തിലാണ് ജനിച്ചത്. ഞാൻ ജനിച്ച അതേ സ്ഥലത്ത് തന്നെ ഞാനിരുന്നു. പക്ഷെ എനിക്ക് 5 വയസ്സായപ്പോ തമിഴ്നാടായിപ്പോയി. അങ്ങനെയാണ്. അതെന്നാ കഥയാ? അതെ. അതെന്നാ അതിശയമാണ്. ഞാൻ കന്യാകുമാരി ഇപ്പൊ തമിഴ്നാട്ടിലുള്ള കന്യാകുമാരി ജില്ലയിൽ തിരുവട്ടാർ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പൊ ഇത് പണ്ട് കേരളത്തിന്റെ ഭാഗമായിരുന്നു. നമ്മളെ ഈ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളൊക്കെ വിഭജിച്ച് സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ വന്നു 1956. അപ്പോഴേ ഞാൻ തമിഴ്നാട്ടിലായിപ്പോയി. എന്തായാലും ചേട്ടാ എനിക്ക് എൻ്റെ അടുക്കളയിൽ വന്നാൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ മാത്രം എനിക്ക് ഒരുപാട് വിശേഷങ്ങൾ അറിയാനുണ്ട്. അതായത് ചേട്ടൻ്റെ അഭിനയത്തിലും ഒഫീഷ്യലായിട്ടും ഒക്കെ ഒത്തിരി വിശേഷങ്ങൾ, ഞങ്ങൾക്ക് നാടക വിശേഷങ്ങളാണ് ഏറ്റവും കൂടുതൽ അറിയാൻ. നമുക്ക് അവിടെ ഇരിക്കാം ചേട്ടാ. ക്രാബ് ഒത്തിരി ഇഷ്ടമാണ്. അതുകൊണ്ട് ഇന്ന് ഞങ്ങൾ ക്രാബ് തന്നെയാ ചെയ്തത്. അതും കോയിൻസിഡൻസ് കാരക്കുടി. കേരളവും അല്ല തമിഴ്നാടും അല്ലാത്ത രീതിയിൽ ഒരു കറി കഴിച്ചു നോക്കിയിട്ട് പറയണേ. ഞാൻ ഈ കാരക്കുടി പോയിട്ടുണ്ട്. കാരക്കുടിയിൽ ഷൂട്ടിങ്ങിന് ഞാൻ പോയിട്ടുണ്ട്. അവിടുത്തെ ഭക്ഷണം അവിടുത്തെ വെച്ചാൽ ഭക്ഷണത്തെക്കാളും അവിടെ പറയാനുള്ളത് അവിടുത്തെ ഈ വീടുകളാണ്. വലിയ വീടുകളാണ്. പലേഷ്യസ് ബിൽഡിംഗ് ആണ്. അതായത് അവിടെ ഒരു വീടിന്റെ പേര് 1000 ജന്നൽ വീടെന്നാണ്. അതിന് ആ വീടിന് 1000 ജന്നലുണ്ട്. ആലോചിച്ച് നോക്കുക. ഈ നമ്മള് ഒരു ഗസ്റ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അവര് ഭക്ഷണം കഴിക്കാൻ പോകണമെങ്കിൽ സൈക്കിൾ എടുത്ത് പോകണം, അല്ലെങ്കിൽ അവിടെ എത്തില്ല സമയത്തിന്. അത്ര വലിയ വീട്. അങ്ങനെയുള്ള ഒരുപാട് വീടുകളുണ്ട് കാരക്കുടിയിൽ. അപ്പൊ ഭക്ഷണമൊക്കെ ഭക്ഷണം ഇതുപോലെ സ്പൈസി, നല്ല സ്പൈസി ആയിട്ടുള്ള ആഹാരങ്ങളാണ്. എനിക്ക് സ്പൈസി ഇഷ്ടം. സ്പൈസി ആക്കിയിട്ടുണ്ട്. എനിക്ക് പിന്നെ മനസ്സിലാത്ത ഒരു ചെറിയ ഇതുണ്ടായിരുന്നു. സ്പൈസി അല്ലാത്തത് വലിയ പാടാ. എന്നാ ഞാൻ ഇന്ന് ഇത് ഇച്ചിരി എരിവായിട്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. സാധാരണഗതിയിൽ ഇച്ചിരി ഉപ്പ് എരിവും കുറയ്ക്കും. പക്ഷെ എന്താ ഇന്ന് ഇതിനകത്തോണ്ട് എല്ലാം അതും ഓക്കെ ആയി. ചേട്ടാ ഒരു കാര്യം ചെയ്തേ, ഇപ്പൊ ചേട്ടൻ ശരിക്കും തിരുവട്ടാർ പഠിച്ചതും വളർന്നതും എല്ലാം അതിപ്പം കേരളയുടെയും തമിഴ്നാടിന്റെയും ബോർഡറായി. അല്ല, തിരുവട്ടാർ എന്ന് പറയുന്നത് തമിഴ്നാട്ടിലാണ്. ഇപ്പൊ തമിഴ്നാട്, പക്കാ തമിഴ്നാട്. ശരിക്കും ഒരു അഭിനയം, ഒരു പാഷനായിട്ടുള്ള ഒരു വ്യക്തി സത്യം പറഞ്ഞ അക്കാലത്തൊക്കെ നമ്മൾ അഭിനയിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ ട്രെയിൻ പിടിച്ചു പോകുന്ന ചെന്നൈയിലോട്ടാണ്. പക്ഷെ ചേട്ടൻ നോക്കുമ്പോൾ നേരെ വന്നേക്കുന്ന തിരുവനന്തപുരം. എന്താണെന്നറിയോ, അപ്പോഴൊന്നും ശരിക്കും അഭിനയം പിന്നെ എൻ്റെ അങ്ങനെ ഇല്ലായിരുന്നു. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ SSLCക്ക് പഠിക്കുമ്പോൾ ഒരു നാടകത്തിൽ അഭിനയിച്ചു. നാടകത്തിൽ അഭിനയിക്കാൻ കാരണം ഞാൻ നടനായതുകൊണ്ടോ എനിക്ക് നാടകം ഇഷ്ടമായതുകൊണ്ടല്ല. എൻ്റെ അച്ഛൻ ആ സ്കൂളിലെ ടീച്ചറായിരുന്നു. ഈ കമ്മൂറയുടെ സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ എൻ്റെ അച്ഛൻ ആ സ്കൂളിൽ ടീച്ചറായിരുന്നു. അപ്പോൾ എല്ലാ വർഷവും അവിടുത്തെ ആനുവൽ ഡേക്ക് ഒരു നാടകം ഉണ്ടാവും. ആ നാടകത്തിൻ്റെ ഈ അച്ഛൻ നാടകങ്ങൾ അഭിനയിക്കുന്ന ആളായിരുന്നു. നാടകത്തിൽ അഭിനയിക്കുകയും ചെയ്യും, നാടകം സംവിധാനം ചെയ്യുന്ന ആളുമായിരുന്നു. അപ്പോൾ അച്ഛൻ നാടകം സംവിധാനം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും മകനെ കൂടെ അതിൽ ഒന്നിൽ പങ്കെടുപ്പിക്കുമല്ലോ. അങ്ങനെ എന്നെ കൂടെ പങ്കെടുപ്പിച്ചതാണ്. അപ്പോൾ അത് TN ഗോവിന്ദൻ നായരുടെ മൃഗം എന്ന് പറയുന്ന ഒരു നാടകം. അതിൽ ഈ എന്താ ഒരു MBBS പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയായിട്ടാണ് ഈ ഒരു പെണ്ണിനെയൊക്കെ പ്രേമിച്ച് ഒരു ചിത്രശലഭത്തിന് പുറകെ സെൻറ്റംപുരട്ടി പായുന്ന ഒരു കാമുകനായിട്ടാണ്. അപ്പോൾ എനിക്ക് അന്ന് ഈ പ്രേമം എന്താണെന്ന് അറിയില്ല, MBBS എന്താണെന്ന് അറിയില്ല. അങ്ങനെയുള്ള സമയത്ത് ആ വേഷത്തിൽ അഭിനയിച്ചു. പക്ഷേ അത് ഈ നമ്മുടെ വീട്ടുകാരും ഒക്കെ ആണല്ലോ കാണാൻ വരിക, ഫ്രണ്ട്സ്, അവർക്കൊക്കെ അതങ്ങ് ഇഷ്ടപ്പെട്ടു. പക്ഷേ നാടകം എന്താണെന്ന് അറിഞ്ഞുകൊണ്ടല്ല അന്ന് നാടകം അഭിനയിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രീ യൂണിവേഴ്സിറ്റി ഞാൻ മാർത്താണ്ഡം ക്രിസ്ത്യൻ കോളേജിലാണ് പഠിച്ചത്. അവിടെ വെച്ച് ഒരു നാടകം അഭിനയിച്ചു. അത് PJ ആൻ്റണിയുടെ കല്യാണ ചിട്ടി എന്ന് പറയുന്ന നാടകമാണ്. അതിൽ പക്ഷേ പെൺവേഷമാണ് കിട്ടിയത്. അപ്പോൾ ഇത് രണ്ടേ ഉള്ളൂ എൻ്റെ സ്കൂൾ ജീവിതത്തിൽ, അല്ലെങ്കിൽ എൻ്റെ വിദ്യാഭ്യാസ ജീവിതത്തിൽ അഭിനയം എന്ന് പറയാൻ ഇത് രണ്ടേ ഉള്ളൂ. അപ്പോൾ എനിക്ക് അഭിനയം ഒരു ഇതായതുകൊണ്ടല്ല ഞാൻ ഇവിടെ ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഞാൻ അവിടെ നിന്ന്
M.Com B.Com വരെ ഞാൻ തമിഴ്നാട്ടിലാണ് പഠിച്ചത്, നാഗർകോവിലാണ് B.Com പഠിച്ചത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് M.Com പഠിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ പഠിക്കണം എന്നുണ്ടെങ്കിൽ തമിഴ്നാട്ടിൽ പഠിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ചെന്നൈ പോകണം. അതിനേക്കാളും എനിക്ക് എളുപ്പം തിരുവനന്തപുരത്ത് വരുന്നത്, എളുപ്പം തിരുവനന്തപുരത്ത് വരുന്നത്. ഒരു അന്ന് 2 മണിക്കൂർ കൊണ്ട് യാത്ര ചെയ്തെത്താമായിരുന്നു. അത് നോക്കിയിട്ടാണ് തിരുവനന്തപുരത്ത് പഠിക്കാൻ വന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പഠിച്ചു കഴിഞ്ഞ് ഇവിടെ തന്നെ ജോലി കിട്ടി, പിന്നെ അങ്ങോട്ട് പോയില്ല. അപ്പം ഈ നാടക പ്രവർത്തനങ്ങളൊക്കെ ഇവിടെ വന്നല്ലേ? ഇവിടെ വന്നതിന് ശേഷമാണ്, ജോലിയൊക്കെ കിട്ടിയതിന് ശേഷമാണ് ശരിക്കും. അതിന്റെ തുടക്കം എങ്ങനെയായിരുന്നു? അത് ഈ പറഞ്ഞ പോലെ M.Com കൂടെ ചേർന്ന് മാർവാൻസിലാണ് ഞാൻ പഠിച്ചത്. ഞാൻ M.Com ചേർന്നപ്പോൾ അവിടെ ഡിഗ്രി ഫൈനൽ ഇയറിന് ജഗദീഷ് കുമാർ ഉണ്ടായിരുന്നു. അവിടുത്തെ ആർട്സ് ക്ലബ് സെക്രട്ടറി ആയിരുന്നു പുള്ളി. അപ്പോൾ കലാപരിപാടികളൊക്കെ നടക്കുന്നുണ്ട്, കലാപരിപാടികൾ കാണാൻ പോകുന്നല്ലാതെ എനിക്ക് കലായുമായിട്ട് അപ്പോഴൊന്നും ഡയറക്റ്റ് ബന്ധമൊന്നും ഇല്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ജോലി കിട്ടി. ജോലി കിട്ടിയത് ഞാൻ പരീക്ഷ എഴുതി റിസൾട്ട് വരുന്നതിന് മുമ്പേ എനിക്ക് ജോലി കിട്ടി. അത് ഈ PNT ഓഡിറ്റ് എന്ന് പറയുന്ന ഒരു ഓഫീസാണ്, പോസ്റ്റ് ആൻഡ് ടെലഗ്രാഫ്സ് ഓഡിറ്റ്. ആ ഓഫീസിൽ പുതുതായിട്ട് ജോയിൻ ചെയ്യാൻ പോകുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അവിടുത്തെ ഓഫീസർമാരൊക്കെ എവിടെന്നെങ്കിലുമൊക്കെ ട്രാൻസ്ഫർ ചെയ്ത് വന്നവരായിരിക്കും, പല നാട്ടുകാരായിരിക്കും, തമിഴന്മാരും വേറെ നോർത്ത് ഇന്ത്യൻസും ഒക്കെ ഉണ്ട്. ഈ പുതിയ മറ്റേ താഴത്തെ ലെവലിലുള്ള ക്ലറിക്കൽ അല്ലെങ്കിൽ മറ്റേ സ്റ്റാഫൊക്കെ ഇവിടെ തന്നെ റിക്രൂട്ട്. അപ്പം ഞങ്ങളെല്ലാം മാസ് റിക്രൂട്ട്മെൻ്റ് ആയിരുന്നു. മാസ് റിക്രൂട്ട്മെൻറ്റ് കഴിഞ്ഞ് വരുമ്പോൾ എല്ലാവരും ചെറുപ്പക്കാരാണ്. അപ്പോൾ വൈകുന്നേരം ഓഫീസ് വിട്ട് പോകുമ്പോൾ കോളേജ് വിട്ട് പോകുന്ന ഒരു പ്രതീതിയാണ്. അത്ര എല്ലാവരും യങ്സ്റ്റേഴ്സ്, എല്ലാവരും പുരോഗമന ചിന്താഗതിക്കാരും സാഹിത്യവും കലയുമായിട്ടൊക്കെ വാസനയുള്ളവരും ഒക്കെ ആയിരുന്നു. ആ ഒരു കൂട്ടത്തിൽ ചെന്ന് പെട്ടതാണ് എനിക്ക് ശരിക്കും ഈ കലാരംഗത്തേക്ക് വരാൻ കാരണം. പിന്നെ ഞാൻ ചെല്ലുമ്പോൾ ഞങ്ങളുടെ അസോസിയേഷൻ, ഞങ്ങളുടെ റിക്രിയേഷൻ ക്ലബ്ബ് ഉണ്ടായിരുന്നു അവിടുത്തെ. ആ റിക്രിയേഷൻ ക്ലബിൻ്റെ സെക്രട്ടറി കടമ്പനിട്ട രാമകൃഷ്ണനായിരുന്നു. അപ്പോൾ പോകുമ്പോൾ ഈ ഓഫീസിൽ ആനുവൽ ഡേയിലേക്ക് ഒരു നാടകം കളിക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ എനിക്ക് വൈകുന്നേരം ബാച്ചിലറാണ്, വൈകുന്നേരം വേറെ പരിപാടിയൊന്നുമില്ല. അപ്പോൾ ഞാനും വൈകുന്നേരം ഈ റിഹേഴ്സൽ കാണാനൊക്കെ പോയിരിക്കുമായിരുന്നു. അപ്പോൾ കുറേ ദിവസം അങ്ങനെ ഇരുന്നപ്പോൾ അതിൽ അഭിനയിക്കുന്നവർ, അത് ശങ്കരപിള്ള സാറിൻ്റെ രക്ഷാപുരുഷൻ എന്ന് പറയുന്ന നാടകമായിരുന്നു. അതിൽ അഭിനയിക്കുന്ന ഒരാൾക്ക് എന്തോ അത്യാവശ്യത്തിന്, അയാൾ തൃശ്ശൂർക്കാരനാണ്, അയാൾക്ക് പോകേണ്ടി വന്നു, നാട്ടിലെന്തോ അത്യാവശ്യം പ്രമാണിച്ചു. അപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നപ്പോൾ ഈ കടമ്പനിട്ട ചോദിച്ചു, നിങ്ങൾ എല്ലാ ദിവസവും ഇവിടെ വന്നിരിക്കുന്നതല്ലേ, ഇന്നത്തേക്ക് ഒരു ദിവസത്തേക്ക് അതിനെ ഡമ്മയായിട്ട് നിന്നുകൂടെ എന്ന് ചോദിച്ചു. പിന്നെന്താ നിൽക്കാന്ന് പറഞ്ഞ് ഞാൻ നിന്നു. അന്ന് നിന്നു, പിറ്റേ ദിവസം അയാൾ വന്നില്ല, പിറ്റേ ദിവസം നിന്നു. അങ്ങനെ അയാൾക്ക് എന്തോ വീട്ടിലെന്തോ പ്രശ്നം കാരണം വരാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ അതിൽ നിന്ന് സ്ഥിരമായി. അങ്ങനെയാണ് ശരിക്കും തിരുവനന്തപുരത്ത് നാടകം തുടങ്ങുന്നത്. പിന്നെ ആ നാടകം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പിന്നീട് ഈ റിക്രിയേഷൻ ക്ലബ്ബ് കളിക്കുന്ന എല്ലാ നാടകങ്ങളിലും ഞാൻ സജീവമായിട്ട് പങ്കെടുത്തിരുന്നു. പിന്നെ ഈ കടമ്പനിട്ട് അവിടെ ഉള്ളതുകൊണ്ട് ഇവിടെ കേരളത്തിലെ മലയാളത്തിലെ എല്ലാ സാഹിത്യകാരന്മാരും കലാകാരന്മാരും ഞങ്ങളുടെ ഓഫീസിൽ വരും. ഞങ്ങൾ എന്ത് പ്രോഗ്രാം അവതരിപ്പിച്ചാലും അത് കാണാൻ ഒരുപാട് സാഹിത്യകാരന്മാരും ഒരുപാട് കലാകാരന്മാരും ഉണ്ടാകും. അടൂർ ഗോപാലകൃഷ്ണൻ സാറും ഭാരത് ഗോപി ചേട്ടനും അടക്കമുള്ള ഭയങ്കര പ്രതിഭകളായിരുന്നു അവിടെ വന്ന് ഇത് കണ്ടു. നരേന്ദ്രപ്രസാദ്, അങ്ങനെയാണ് നരേന്ദ്രപ്രസാദ് അവിടെ വരുന്നത്, ഞങ്ങളുടെ ഓഫീസിൽ നാടകം കാണാൻ വരുന്നത് കടമ്പനിട്ടയുടെ ഒരു സുഹൃത്ത് എന്നുള്ള നിലയ്ക്കാണ്. അപ്പോൾ അന്ന് നരേന്ദ്രപ്രസാദ് ശരിക്കും നാടകത്തിലൊന്നും വന്നിട്ടില്ല, നാടകം എഴുതിയിട്ടില്ല, നാടകം അങ്ങനെ ഇല്ല. അതിനുശേഷം അദ്ദേഹം ഈ നിരൂപണ രംഗത്തേക്ക് കിടന്നു. നിരൂപണത്തിൽ നമ്പർ 1 ആയിരുന്നു പുള്ളി അന്നത്തെ കാലത്ത്. ഒരു ആരെയും ഉള്ളതുപോലെ കൃത്യമായിട്ട് അങ്ങനെ തന്നെ ചെയ്തിരുന്നു. ആരോടും അങ്ങനെ മുഖം നോക്കാതെ കാര്യങ്ങൾ അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നാടകത്തിൽ വന്നു, പിന്നെ സിനിമയിൽ വന്നു. അങ്ങനെ ഒരിടത്തും തങ്ങി നിൽക്കാത്ത ഒരാളായിരുന്നു. ഒരു കരിയില പോലെ ഒരു ഇടക്കാലത്തേക്ക് മാത്രം ചില സ്ഥലങ്ങളിൽ തങ്ങി നിൽക്കുകയും പിന്നെയും പറന്നു പോവുകയൊക്കെ ചെയ്ത ഒരു വ്യക്തിത്വമായിരുന്നു. പക്ഷേ എവിടെയൊക്കെ അദ്ദേഹം ഉണ്ടായിരുന്നു അവിടെയൊക്കെ മായാത്ത വ്യക്തിമുദ്ര പതിപ്പിച്ചു. തീർച്ചയായിട്ടും അത് നമുക്ക് ജീവിതത്തിൽ മറക്കാനേ പറ്റില്ല. തങ്ങി നിന്നില്ല എന്നുള്ളത് ശരിയായിരിക്കാം, പക്ഷേ അവിടെ വ്യക്തിമുദ്ര നമുക്ക് മറക്കാൻ പറ്റില്ല. കോൺട്രിബ്യൂഷൻ ഉണ്ട്. ഇനി ചേട്ടാ ഈ മിനി സ്ക്രീനിലേക്ക് ചേട്ടൻ വന്ന എങ്ങനെയാ? അപ്പോൾ ഞങ്ങൾ പിന്നീട് ഈ റിക്രിയേഷൻ ക്ലബിൻ്റെ റിക്രിയേഷൻ ക്ലബിൻ്റെ ഭാഗമായിട്ട് നാടകങ്ങൾ ചെയ്യുമ്പോൾ അതിന് ഒരുപാട് ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്, ഒരുപാട് നിബന്ധനകളുണ്ട്. അത് പിന്നെ അതിൻ്റെ അക്കൗണ്ട്സൊക്കെ കൃത്യമായിട്ട് സൂക്ഷിക്കണം. പിന്നെ ഫീമെയിൽ ക്യാരക്ടേഴ്സിനെ മാത്രമേ പുറത്തുനിന്ന് എടുക്കാവൂ, ബാക്കി എല്ലാവരും അവിടുത്തെ ഞങ്ങളുടെ ഓഫീസ് സ്റ്റാഫ് തന്നെ വേണം. അപ്പോൾ അത് നാടകത്തിന് ഒരുപാട് റെസ്ട്രിക്റ്റ് ചെയ്യുന്ന പോലെ തോന്നി നമുക്ക്. അപ്പോൾ ഞങ്ങളുടെ റിക്രിയേഷൻ ക്ലബിന് പുറത്തൊരു നാടക സംഘം ഉണ്ടാക്കണമെന്നും പറഞ്ഞ്
ഞങ്ങളൊരു തീരുമാനമെടുത്ത് ഞങ്ങളെല്ലാം കൂടി ഒരു സംഘം ഉണ്ടാക്കി. അത് നാട്യഗൃഹം. ഈ നാട്യഗൃഹമാണ്, നാട്യഗൃഹത്തിൻ്റെ എല്ലാ നാടകങ്ങളും നരേന്ദ്രപ്രസാദിനെ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. നരേന്ദ്രപ്രസാദ് എഴുതിയ നാടകങ്ങളും പിന്നെ ഒരുപാട് വിദേശ നാടകങ്ങളും ഒക്കെ അവതരിപ്പിച്ചു ഞങ്ങൾ. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ നാടക സംഘത്തിൽ പിന്നീട് മുരളി വരുന്നു. മുരളി നാട്യഗൃഹത്തിൽ ജോയിൻ ചെയ്യുന്നു. നാട്യഗൃഹത്തിൽ അവസാനമായിട്ട് ഞങ്ങളുടെ ഈ വലിയ എൽഡർലി ഗ്രൂപ്പിൽ ഞാൻ നരേന്ദ്രപ്രസാദ് ഞാൻ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന ആൾ, അലിയാർ സാറ്, പിന്നെ കൈതപ്രമാണ് ഞങ്ങളുടെ എല്ലാ പാട്ടുകളും പാടിയിരുന്നത്. കൈതപ്രത്തിൻ്റെ അനിയൻ വിശ്വനാഥനായിരുന്നു എല്ലാത്തിൻ്റെയും താളം. ഭയങ്കര ട്രൂപ്പ്. അതേ ഞങ്ങളുടെ ട്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഒരു എല്ലാവർക്കും ശരിക്കും ഒരു പേടിയായിരുന്നു. ഒരു മത്സരത്തിനൊക്കെ പോകുമ്പോൾ ശരിക്കും പേടിയായിരുന്നു ഞങ്ങളുടെ ട്രൂപ്പിനെ. അത്രേ ഉള്ളൂ. അപ്പോൾ അതിന് ശേഷമാണ് ഞങ്ങളെല്ലാം ആദ്യമേ തുടങ്ങി. അതിന് ശേഷമാണ് മുരളി ജോയിൻ ചെയ്തത്. മുരളി ജോയിൻ ചെയ്തെങ്കിൽ അവസാനം ജോയിൻ ചെയ്തെങ്കിലും ആദ്യം ഇത് വിട്ടിട്ട് സിനിമയിലോട്ട് പോകുന്നത് മുരളിയാണ്. സിനിമയിലോട്ട് പോകുന്നത് മുരളിയാണ്. മുരളി ആദ്യം പോയി. അത് കഴിഞ്ഞിട്ട് നരേന്ദ്രപ്രസാദ് സിനിമയിലായി. അപ്പോഴും ഞങ്ങൾ നാടകമാണ് വലുതെന്നൊക്കെ ഉള്ള ഒരു ധാരണയിൽ തന്നെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. പ്രസാദ് സാറിനും അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ അതിനിടയ്ക്ക് എനിക്ക് ഒരു ദൂരദർശനിലെ ഒരു 1985 ഇവിടെ മലയാളം ദൂരദർശൻ തിരുവനന്തപുരം കേന്ദ്രം ആരംഭിക്കുന്നത്. അപ്പോൾ ആദ്യം ഈ ന്യൂസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 7:30 മറ്റോ ന്യൂസായിരുന്നു. മലയാളത്തിൽ ന്യൂസ് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള എല്ലാ സമയവും ഡെലിവറിയിലായിരുന്നു. 86 അവർ പുതുതായിട്ട് ഈ പിന്നെ പ്രോഗ്രാം ചെയ്യാൻ തുടങ്ങി, എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാം ചെയ്യാൻ തുടങ്ങി. അതിൽ അപ്പോൾ ആദ്യകാലങ്ങളിൽ അവരുടെ ഇൻഹൗസ് പ്രൊഡക്ഷൻസ് ആണ് എല്ലാം. അവർ തന്നെ പ്രൊഡ്യൂസ് ചെയ്ത് ഡയറക്റ്റ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്, വേറെ പുറത്ത് കൊടുക്കുന്നതല്ല. അങ്ങനെ ആദ്യകാലങ്ങളിൽ 86 ചെയ്ത ഒരു ഷോർട്ട് ഫിലിം അല്ലെങ്കിൽ സ്കിറ്റ് എന്ന് പറയാവുന്ന ഒരു ഇതാണ് കുഞ്ഞയ്യപ്പൻ. അതൊരു കാർട്ടൂണിനെ ബേസ് ചെയ്തിട്ട് ഉണ്ടാക്കിയ ഒരു സ്കിറ്റാണ്. അതൊരു സക്സസ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ചേട്ടൻ വിധേയൻ സിനിമ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്തത് ഇത് 86 പിന്നെ 89 മതിലുകൾ എന്ന് പറയുന്ന സിനിമ. ചേച്ചിയുടെ ശബ്ദം മാത്രമേ ഉള്ളൂ. സ്ത്രീകളെ കാണിക്കുന്നില്ല. അതിൽ എൻ്റെ കഥാപാത്രം എന്ന് പറയുന്ന പേരില്ല. ഇപ്പൊ ഏത് കഥാപാത്രം അവതരിപ്പിച്ചെന്ന് ചോദിച്ചാൽ എനിക്ക് പേരില്ല. അതിലൊരു ഊരും പേരും ഇല്ലാത്തൊരു കഥാപാത്രം. അതായത് ഈ ജയിലിൽ ഈ ആൺ ജയിലും പെൺ ജയിലും ഉണ്ട്. ഇതിനിടയ്ക്ക് ഒരു മതിൽ. ഈ മതിലിൽ ഒരു യവന്മാരെല്ലാം കൂടെ ഒരു തുള ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ തുളയിൽ കൂടിയാണ് ഈ പരസ്പരം സ്നേഹവും പ്രേമവും ഒക്കെ കൈമാറിയിരുന്നത് ഈ ആൺതടവുകാരും പെൺതടവുകാരും. ഈ തുളയെ ഒരു വാടൻ വന്ന് അടയ്ക്കും. കുശാണ്ടൻ വാടൻ എന്ന് പറയുന്ന ഒരു ഭയങ്കര ക്രൂരനായ വാടൻ. ഈ കഥ ബഷീറിന് പറഞ്ഞു കൊടുക്കുന്ന ഒരു കഥാപാത്രം. ശരിക്കും ചേട്ടാ ഈ വിഷ്വൽ മീഡിയ വന്നേ പിന്നാണോ ഈ നാടകത്തിന് അത്രയും പ്രാധാന്യം പോയേ? അത് അങ്ങനെ ഒരു പഴി വിഷ്വൽ മീഡിയക്ക് ഉണ്ട്. ഇല്ല, കാരണം വിഷ്വൽ മീഡിയ ഇതിനേക്കാളും മുന്നേറിയ രാജ്യങ്ങൾ ഞാൻ ജപ്പാനിൽ പോയിരുന്നു. ജപ്പാനിൽ ഈ വിധേയൻ അവിടുത്തെ ഫെസ്റ്റിവലിന് സെലക്ട് ചെയ്തപ്പോൾ അതിൻ്റെ ഡയറക്ടറുടെ കൂടെ അതിൽ ആക്ടർക്ക് ഒരാൾക്ക് പോവാം. അങ്ങനെ എന്നെ കൂടെ ഞാൻ പുള്ളി കൊണ്ടുപോയി. അപ്പോൾ അവിടെ പോയപ്പോൾ അവരുടെ ഒരു നാടക രൂപമുണ്ട്, കബൂക്കി എന്നാണ് പറയുന്നത്. അത് അവിടുത്തെ ഒരു തിയേറ്ററിൽ കാണിക്കുകയാണ്. അത് 365 ദിവസവും നാടകം കളിക്കുന്ന ഒരു തിയേറ്ററാണ്. 50,000-ഓളം പേർക്ക് ഇരിക്കാവുന്ന ഒരു ഓഡിറ്റോറിയമാണ്. അപ്പം ഞങ്ങൾ നേരത്തെ റിസർവ് ചെയ്യാതെ അവിടെ അപ്പോൾ പോയി ടിക്കറ്റ് എടുത്തുകൊണ്ട് അതിൻ്റെ ഏറ്റവും പുറകിലത്തെ ഒരു സീറ്റാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. ഒന്നും കാണാൻ പറ്റില്ല സ്റ്റേജ് കിടക്കുന്നത്. അതുകൊണ്ട് അവർ വലിയ ഉപകാരം ചെയ്തു തരും. അവരൊരു ബൈനോക്കുലേഴ്സ് തരും. എന്നിട്ട് ബൈനോക്കുലേഴ്സ് തന്നിട്ട് അത് വെച്ച് എന്നിട്ട് ഒരു ഹെഡ്ഫോൺ തരും. അതിൽ കൂടെ മറ്റേ ട്രാൻസ്ലേഷൻ വരും. ജാപ്പനീസിലാണ് പറയുന്നത്. അതിൻ്റെ ട്രാൻസ്ലേഷനും വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ബൈനോക്കുലർ മൊത്തം ഈ മറ്റേ ഫിറ്റ് ചെയ്ത് മറ്റേ ICU ഇരിക്കുമ്പോഴൊക്കെയാണ് കിടക്കുമ്പോഴൊക്കെ ആയിരിക്കുന്നത്. അങ്ങനെ ഇരുന്ന് ഈ നാടകം കാണാൻ 365 ദിവസവും നാടകം കാണാൻ ജപ്പാനിലെ ആളുണ്ടെങ്കിൽ, ഇത്രയും വികസിത രാജ്യത്ത്, ഇത്രയും ഇലക്ട്രോണിക് മാധ്യമങ്ങൾ വികസിച്ച രാജ്യത്ത് ഇത്രയും പേര് നാടകം കാണാനുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇവിടെ ഉണ്ടായിക്കൂടാ? അപ്പോൾ കാരണം അതല്ല, നമ്മൾ നാടകത്തെ വെറുപ്പിച്ചു. അതാണ്, നാടകത്തെ പ്രേക്ഷകരിൽ നിന്ന് അകറ്റി നിർത്തി.
നാടക ബാഹ്യമായ ഒരുപാട് കാര്യങ്ങൾ നാടകത്തിൽ കുത്തിക്കയറ്റി നാടകത്തെ ഒരു വികല കലാരൂപമാക്കി അതിന്റെ പവിത്രത നഷ്ടപ്പെടുത്തി. നാടകത്തിൻ്റെ ഒരു തനിമയുണ്ട്, ആ തനിമയെ നഷ്ടപ്പെടുത്തി. ചേട്ടാ, ഇതിനു മുന്നേ ഒരു അഭിപ്രായം ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് രാഷ്ട്രീയത്തിലും മതത്തിലും ആചാര്യന്മാരുടെ അഭാവത്തെക്കുറിച്ച് ചേട്ടൻ സിനിമയെക്കുറിച്ച് എന്നാ പറയാനുള്ളത്? രാഷ്ട്രീയത്തിൽ ഞാൻ പറഞ്ഞത് മതം എപ്പോഴും നമുക്കെപ്പോഴും മതത്തിന് ആവശ്യം ആചാര്യന്മാരാണ് മതത്തിന്. പക്ഷേ ഇന്ന് നിർഭാഗ്യവശാൽ മതത്തിലൊക്കെ ഉള്ളത് നേതാക്കന്മാരാണ്. നേതാക്കന്മാരല്ല മതത്തിന് വേണ്ടത്. മതം അങ്ങനെ ഈ നേതാക്കന്മാരുള്ള മതമാണ് ഈ മനുഷ്യനെ ചീത്തയാക്കുന്നത്. മതം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ മനസ്സിനെ ശുദ്ധീകരിക്കാനുള്ള ഒരു സംഗതിയാണ്. പക്ഷേ ഈ മതം മനുഷ്യൻ്റെ മനസ്സിനെ വീണ്ടും വീണ്ടും മലിനമാക്കും ഇങ്ങനെയുള്ള നേതാക്കന്മാർ മതത്തിൻ്റെ മുകളിലിരിക്കുമ്പോൾ. മതാചാര്യന്മാരിരിക്കുമ്പോൾ അതുണ്ടാവില്ല. കാരണം അവർക്ക് സ്വാർത്ഥ താല്പര്യങ്ങളില്ല. ഈ നേതാക്കന്മാർക്ക് സ്വാർത്ഥ താല്പര്യങ്ങളാണ് ഉള്ളത്. അതുകൊണ്ടാണ് മതവും പിന്നെ അതുപോലെ തന്നെ രാഷ്ട്രീയത്തിൽ ഇതുപോലെ എന്താ ഈ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഈ സേവനമായിരുന്നു, ത്യാഗമായിരുന്നു. രാജ്യത്തിന് വേണ്ടിയുള്ള സേവനം അല്ലെങ്കിൽ ത്യാഗമൊക്കെ. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് കൃഷിയായി. അതും കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ രാഷ്ട്രീയം എന്ന് പറയുന്നത് വ്യവസായമായി. ഇപ്പോൾ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഗുണ്ടായിസമായിരിക്കും. അപ്പോൾ ത്യാഗത്തിൽ നിന്ന് ഗുണ്ടായിസത്തിലേക്കുള്ള ഒരു പ്രയാണമാണ് നമ്മൾ സ്വാതന്ത്ര്യം കഴിഞ്ഞിട്ട് ഇത്രയും കാലം നമ്മൾ നേടിയെടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ടാണ് മതവും രാഷ്ട്രീയവും നന്നാവണമെന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ സിനിമയെക്കുറിച്ചാ? സിനിമയിൽ കാലാകാലങ്ങളിൽ ഈ വ്യത്യാസങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അത് ഇപ്പോൾ നമ്മൾ ഈ ന്യൂ ജനറേഷൻ എന്നൊക്കെ പറയുന്നില്ലേ, ഈ ന്യൂ ജനറേഷൻ എന്ന് പറയുന്നത് ഈ എല്ലാ കാലത്തും ഈ ജനറേഷൻ, അതായത് സിനിമ എടുക്കുന്ന ആളുകൾ മാറും, അതിൽ ന്യൂ ജനറേഷൻസ് പയ്യന്മാർ വരും, കുട്ടികൾ വരും, അതിലെല്ലാവരും വരും, അവരെ നമ്മൾ അംഗീകരിക്കുകയും ചെയ്യും. പക്ഷേ അതല്ല ന്യൂ ജനറേഷൻ സിനിമ എന്ന് പറയുന്നത്. ന്യൂ ജനറേഷൻ സിനിമ എന്ന് പറയുന്നത് സിനിമയ്ക്ക് കാതലായ മാറ്റം ഉണ്ടാക്കുന്ന പ്രക്രിയയാണ് ന്യൂ ജനറേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ഉണ്ടാക്കിയ ഇതുവരെ ഞാൻ മലയാള സിനിമ ചരിത്രത്തിൽ ഇതുവരെ അങ്ങനെ മാറ്റം ഉണ്ടാക്കിയ ഒരാളാണ് PN മേനോൻ എന്ന് പറയുന്നത്. അതായത് സ്റ്റുഡിയോ ഫ്ലോറുകളിൽ നിന്നും സിനിമയെ ഔട്ട്ഡോറിലേക്ക് കൊണ്ടുപോയി അങ്ങനെ ഒരു ഭയങ്കര പരിവർത്തനം സൃഷ്ടിച്ച, സിനിമയിലൊരു ഭയങ്കര മാറ്റം ഉണ്ടാക്കിയ ആളാണ്. അതാണ് ന്യൂ ജനറേഷൻ എന്ന് പറയുന്നത്. അന്നത്തെ കാലത്തല്ല, ഇന്നും ഒരു ന്യൂ ജനറേഷൻ്റെ വ്യക്താവിൻ്റെ പേര് പറയാൻ പറഞ്ഞാൽ PN മേനോൻ്റെ പേര് പറയേണ്ടി വരും. അതാണ് ന്യൂ ജനറേഷൻ. അല്ലാതെ ഈ മറ്റേ പുതിയ ആൾക്കാർ എല്ലാ കാലവും വരുന്നതല്ലേ, എല്ലാ കാലവും പുതിയ ആൾക്കാർ സിനിമയിൽ വന്നുകൊണ്ടിരിക്കും. വന്നുകൊണ്ടിരിക്കും. അതല്ല ന്യൂ ജനറേഷൻ എന്ന് പറയുന്നത്. അങ്ങനെയല്ല പറയേണ്ടത്. സിനിമയ്ക്ക് മാറ്റമുണ്ടോ, അത് ന്യൂ ജനറേഷൻ. ഇതിൻ്റെ ഇടയിൽ എനിക്കൊരു ചെറിയ പിണക്കം പറയാറുണ്ട്. എന്നാന്നറിയോ, ഈ ഹോളിവുഡിലേക്ക് ഒരു ക്ഷണം കിട്ടിയതല്ലേ, അതും സ്റ്റീഫൻ സ്പീൽബർഗ്. ആരെങ്കിലും അറിഞ്ഞോ? നമ്മൾ ആരെയും ഇപ്പം ഇങ്ങനെ ഒരു ഓഫർ കിട്ടി ആരെയും നോ എന്നൊരു വാക്ക് നമ്മുടെ മനസ്സിൽ പോലും ചിന്തിക്കല. പക്ഷെ ചേട്ടന് അന്ന് ആ ഒരു പടം ചെയ്തില്ല. അത് ഏതിലായിരുന്നു ചേട്ടാ? ലോസ്റ്റ് വേൾഡ്. ജുറാസിക് പാർക്കിന്റെ സെക്കൻഡ് പാർട്ട്. എന്റെ ചേട്ടാ, ഞങ്ങൾ മലയാളികൾക്ക് എന്നാ അഭിമാനമായിരുന്നേനെ. പോവാഞ്ഞേ? അത് പോവാത്തത് നമ്മളെ കുഴപ്പമല്ല. അത് പറഞ്ഞ പോലെ ഈ ജുറാസിക് പാർക്ക് എന്ന് പറയുന്ന അതിൻ്റെ സെക്കൻഡ് പാർട്ട് ലോസ്റ്റ് വേൾഡ് സിനിമയിലെ ഒരു ഇന്ത്യൻ ക്യാരക്ടറുണ്ട്, ഒരു ഇന്ത്യൻ ഡോക്ടറുടെ. അത് ഇന്ത്യൻ വംശജനായ ഒരാൾ ചെയ്യണം. അതിനെ അവർക്ക് കാസ്റ്റിംഗ് ഡയറക്ടേഴ്സൊക്കെ ഉണ്ടല്ലോ. കാസ്റ്റിംഗ് ഡയറക്ടർ ഇവിടെ ഒരു കാസ്റ്റിംഗ് ഏജൻറ്റിനെ വിട്ടു. അവർ ബോംബെയിലുള്ള ഒരു സ്ത്രീയാണ്, ഉമാ ഡക്കുന എന്ന് പറയുന്ന ഒരു സ്ത്രീ. അവർ ഞാൻ വിധേയൻ എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർ പല പേരുകൾ അയച്ച കൂട്ടത്തിൽ എൻ്റെ പേരും അയച്ചു. ഒരുപാട് പേരുടെ ഇന്ത്യയിൽ നിന്നും ഒരുപാട് പേരുടെ ഹിന്ദിയിൽ നിന്നൊക്കെ ഉള്ള ഒരുപാട് പേരുടെ പേര് അയച്ചു. അങ്ങനെ ആ കൂട്ടത്തിൽ എൻ്റെ പേരും അയച്ചു. അപ്പോൾ അതൊന്നും ഞാൻ അറിയുന്നില്ല ആദ്യം. അപ്പോൾ എൻ്റെ പേരും അഡ്രസ്സൊന്നും അറിയാത്തതുകൊണ്ട് അടൂർ സാറിൻ്റെ അടുത്താണ് ഇത് കോൺടാക്ട് ചെയ്തിട്ട് എല്ലാം എടുക്കുന്നത്. അന്ന് എൻ്റെ വീട്ടിൽ ഫോണൊന്നും ഇല്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവർ അങ്ങോട്ട് അയച്ചു. പിന്നെ കുറേ ദിവസം അപ്പോൾ അടൂർ സാർ, ഞാൻ അപ്പോൾ സ്ഥലത്തില്ലായിരുന്നു, വേറെ ഏതോ പടത്തിൻ്റെ ഷൂട്ടിങ്ങിന് എന്തോ പുറത്തായിരുന്നു. അപ്പോൾ തിരിച്ച് വന്നപ്പോൾ അടൂർ സാറിനെ വിളിച്ചു. ഇങ്ങനെ ഒരാൾ ഇങ്ങനെ അന്വേഷണങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അവർ പിന്നെയും വിളിക്കും എന്ന് പറഞ്ഞു. പിന്നെയും കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവർ വിളിച്ചു പറഞ്ഞു, അവർ എന്തോ സ്ക്രിപ്റ്റ് രണ്ട് പേജ് അയക്കുന്നുണ്ട്, അതൊന്ന് വീഡിയോയിൽ ഷൂട്ട് ചെയ്ത് അയക്കണം എന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. ഞാനത് ഷൂട്ട് ചെയ്ത് നമ്മളെ ജനാർദ്ദൻ, ഇപ്പോഴത്തെ ഡയറക്ടറുണ്ടല്ലോ ജനാർദ്ദനൻ എന്ന് പറഞ്ഞു, അയാളെ കൊണ്ടത് ഷൂട്ട് ചെയ്ത് അത് അയച്ചു കൊടുത്തു. പിന്നെ ഞാൻ മറന്നു, കാരണം ഇത് ഇന്ത്യയിലുള്ള എത്രയോ നടന്മാരുടെ കൂട്ടത്തിൽ നമ്മളെ സെലക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന പോലും തെറ്റല്ലേ എന്ന് വിചാരിച്ചിട്ട് വിട്ടു.
അപ്പോൾ അത് വളരെ പിന്നെ അത് മറന്നു, ശരിക്കും മറന്നു. കുറേ കാലം കഴിഞ്ഞപ്പോഴാണ്, പിന്നെ ഒരു 1-2 മാസം കഴിഞ്ഞപ്പോഴാണ് ഈ സ്ത്രീ ഉമാ ഡക്കുന എന്ന് പറയുന്ന ആ മാഡം അവർ വിളിച്ചിട്ട് അവർ ഐ ഹോപ്പ് യു ആർ ബീങ് സെലക്ടഡ്, യു ഹാവ് ബീൻ സെലക്ടഡ്, ദേ വിൽ കോൾ യു നൗ എന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് അവർ വിളിച്ചു ലോസ് ആഞ്ചലസ്. എക്സൈറ്റ്മെന്റ് എങ്ങനെയായിരുന്നു? അതായത് എന്താ, അത് ഒരു മനുഷ്യൻ്റെ, ഒരു നടൻ്റെ ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും അസുലഭമായ ഒരു അവസരമല്ലേ അത്. അതായത് ഒരു ഹോളിവുഡ് ചിത്രത്തിൽ അഭിനയിക്കുക എന്നുള്ളത് തന്നെ വലിയ കാര്യമാണ്. പക്ഷെ ഒരുപാട് പേര് ഹോളിവുഡ് ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട്, ഇന്ത്യക്കാർ. പക്ഷെ സ്പിൽബർഗിൻ്റെ പടത്തിൽ അഭിനയിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് സംതിങ് ഗ്രേറ്റ്. അപ്പോൾ എല്ലാ ചിത്രങ്ങളും ഓസ്കാറിന് പോവുകയും ഒരുപാട് പ്രാവശ്യം ഓസ്കാർ അവാർഡ് വാങ്ങിക്കുകയും ചെയ്ത് ശരിക്കും ലോക പ്രശസ്തനായ ഒരു സംവിധായകൻ, ലോക പ്രശസ്തൻ എന്ന് പറയാൻ എന്ന പേരിന് അർഹനായ ഒരാളാണ് സ്പിൽബർഗ്. അദ്ദേഹത്തിൻ്റെ ചിത്രത്തിൽ അഭിനയിക്കാൻ ഒരു അവസരം കിട്ടുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും ഈ പത്രക്കാരും ചാനലുകാരും ഒക്കെ ബഹളമായി. അങ്ങനെ അവസാനം അവർ വിളിച്ചു പറഞ്ഞു മദ്രാസിൽ പോകണം, വിസ പേപ്പേഴ്സ് അവിടെ അയക്കാം, കോൺസുലേറ്റ് അവിടെയാണല്ലോ, എംബസി എന്താ കോൺസുലേറ്റ്, അത് അവിടെ പോയി വെയിറ്റ് ചെയ്തു. ഹോട്ടൽ നമ്പരൊക്കെ അവരെല്ലാ ദിവസവും രാത്രി വിളിക്കും. യു വെയിറ്റ് ദെയർ, യുവർ പേപ്പേഴ്സ് ആർ ബീങ് ഫൈനലൈസ്ഡ്. അങ്ങനെ ഒരു ദിവസം, അങ്ങനെയല്ല ഈ നമ്മൾ എന്താ വേറൊരു ലോകത്തിലായിരുന്നു, ഭൂമിയിലും അല്ല ആകാശത്തുമല്ല, അതിനിടയ്ക്ക് എന്താ ഒരു സ്വർഗരാജ്യം പോലത്തെ ഒരു രാജ്യത്തായിരുന്നു. വളരെ സുഖലോലുപനായി സന്തോഷവാനായി ഇങ്ങനെ പരിവാര സമേതനായി ജീവിച്ചു പോകുന്ന കാലമായിരുന്നു. ഒരു ദിവസം രാത്രിയിൽ വിളിച്ചു പറഞ്ഞു, സോറി, വി ആർ നോട്ട് ഏബിൾ ടു ഫൈനലൈസ് യുവർ പേപ്പേഴ്സ്, സോ വിൽ ഹാവ് ടു ലൂസ് ദിസ് ചാൻസ്. ഞാൻ ചോദിച്ചു വേറെ ഒരു വഴിയുമില്ലേ എന്ന് ചോദിച്ചു. ഒരു വഴിയില്ല, നോ അതർ വേ. അത് ശരിക്കും അന്ന് അപ്പോൾ ഒരു, അതായത് ഇത്രയും പൊക്കത്തിൽ താഴെ വീഴുമ്പോഴുള്ളൊരവസ്ഥയില്ലേ അവർക്ക്. കാരണം ഒരാഴ്ചയേ ഉള്ളൂ ഷൂട്ടിങ്, അടുത്ത ഷൂട്ടിംഗ് തുടങ്ങാനുള്ള ഡേറ്റ് ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഈ കാരണം കൊണ്ട് ഷൂട്ടിംഗ് മാറ്റിവെച്ചാൽ അവർ കോമ്പൻസേഷൻ കൊടുത്ത് മുടിഞ്ഞു പോകും. കാരണം അമേരിക്ക പോലുള്ള രാജ്യത്ത് എന്തിനും കേസല്ലേ. അങ്ങനെ അവർ എനിക്ക് മാത്രം കോമ്പൻസേഷൻ തന്ന് ഒതുക്കി. വിഷമായിപ്പോയി, എനിക്ക് വെച്ചിട്ട് വിഷമായിപ്പോയി. എന്നാലും ആ വിഷമം ഒന്ന് മറക്കാൻ വേണ്ടിട്ടേ ക്രാബ് കഴിക്കുമ്പോ മാറും. അതിന്റെ ഒരു ഒച്ച എന്ന് പറയുന്നത് വേറെ സങ്കടമൊന്നും വരില്ല. ആ സങ്കടം വരികയല്ല, സങ്കടം വരാനുള്ള നേരം കണ്ടു കൊടുക്കുകയല്ല. അതുകൊണ്ട് നമുക്ക് ഈ സങ്കടം വായിക്കാനായിട്ട് ഇപ്പൊ ഇച്ചിരി നമ്മൾ അതായത് പണ്ടൊക്കെ ഞാൻ കോളേജിലൊക്കെ പഠിച്ചിരുന്ന കാലത്തെ ഈ കോളേജിൽ രാവിലെ കോളേജിൽ പോകുന്നതിന് മുമ്പ് കഴിക്കുന്നത് ഈ ഇഡ്ഡലി എന്ന് പറയുന്നത് 18 ഇഡ്ഡലിയൊക്കെ കഴിക്കും. ഇതിൽ അതിശയോക്തി ഇല്ല. ഈ വേണമെങ്കിൽ പുസ്തകം വേണമെങ്കിൽ സത്യപ്രതിജ്ഞ വീട്ടിലാണെങ്കിൽ ഈ 18 ഇഡ്ഡലിയും കഴിച്ചിട്ട് 11 മണിയാകുമ്പോൾ പഴങ്കഞ്ഞി കുടിക്കും. ചേട്ടാ ആണോ? അപ്പോൾ എല്ലാവരും, അന്ന് ഞാൻ വളരെ മെലിഞ്ഞതായിരുന്നു, അപ്പോൾ എല്ലാവരും ചോദിക്കും ഇതൊക്കെ എവിടെ പോകുന്നതാണ്. അപ്പോൾ ഞാൻ പറയും അതെ, ചിലർ ഭക്ഷണം കഴിക്കുമ്പോൾ ശരീരത്തിൽ വരും, ഞാൻ ഭക്ഷണം കഴിക്കുമ്പോൾ ബുദ്ധിയിലാണ് വരുന്നത്. എന്തായാലും ഇങ്ങനെ കഴിക്കുന്ന ഏതൊരു വ്യക്തിയോടും ഏതൊരു അമ്മയും ആദ്യം ചോദിക്കുന്ന ഒരു കാര്യം ഇത് തന്നെയാണ്, ഇത് എവിടാണ് എല്ലാം. അതുകൊണ്ടാണ് ചോദിക്കുന്നത്.
അല്ല ഇപ്പൊ ശരിക്കും ചേട്ടൻ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നേ. അന്നേരം ഇപ്പൊ ശരിക്കും ചേട്ടൻ ഭയങ്കര ടൈറ്റ് ഷെഡ്യൂളാ. ശരിക്കും പറഞ്ഞാൽ ചേട്ടൻ ഇപ്പൊ ഏറ്റവും കൂടുതൽ ഭക്ഷണം കഴിക്കുന്നത് നമ്മുടെ വീട്ടിലെ ഭക്ഷണമാണോ അതോ നമ്മുടെ യൂണിറ്റിലെ ഭക്ഷണമാണോ ഏറ്റവും കൂടുതൽ കഴിക്കുന്നത്? യൂണിറ്റിൽ പോകുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നത് ഈ കഞ്ഞിയും, വൈകുന്നേരത്തെ കഞ്ഞിയും അതിൻ്റെ കൂടെ ഒരു ഉണക്കമീൻ വെക്കില്ലേ? ആ, കഞ്ഞി, പയറ്, ചമ്മന്തി, ഒരു ഉണക്കമീൻ. എന്നാ ടേസ്റ്റ് ഭയങ്കര ടേസ്റ്റ്. അത് എനിക്ക് സിനിമ എന്ന് പറയുന്നത് എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് അത് കഴിക്കാമല്ലോ എന്നുള്ളതാണ്. തിരുവനന്തപുരത്തുള്ള ഷൂട്ടിംഗ് വേണ്ട, പുറത്തുള്ള ഷൂട്ടിംഗ് ആണെങ്കിൽ അത് കഴിക്കാൻ പറ്റുള്ളൂ. തിരുവനന്തപുരത്താണെങ്കിൽ വീട്ടിൽ പോകട്ടെ. അത് പോയിട്ട് എന്റെ ഞണ്ട് എങ്ങനെയുണ്ട്? കാരക്കുടി ഞണ്ട് ഗംഭീര രുചി കേട്ടോ, ഗംഭീര രുചി. സത്യം ഇച്ചിരി എരിവൊക്കെ ഇല്ലേ? ഇതിൽ ആവശ്യത്തിന് എരിവുണ്ട്. അത് കൂടുതലല്ല, എനിക്ക് കൂടുതലല്ല. അപ്പൊ ഓക്കെ, നല്ല ടേസ്റ്റ് ആണോ? അന്നേരം ഞാൻ ഇച്ചിരി നേരം മിണ്ടാതിരിക്കാവേ, ചേട്ടൻ ആസ്വദിച്ച് കഴിക്കട്ടെ. ഞണ്ടിനാണെങ്കിൽ ഫോർമാലിറ്റീസ് വെക്കാനും പാടില്ല, അതിങ്ങനെ മാക്സിമം രുചിച്ചോട് കാണുന്നവർക്ക് നമ്മുടെ ഗോഷ്ടിയൊക്കെ പിടിക്കാതിരിക്കും. ഒന്നും സാരമില്ല. ആനീസ് കിച്ചൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയാ ചേട്ടാ, മനസ്സ് തുറന്ന് സകല സ്വാതന്ത്ര്യത്തോടെയും വയറ് നിറച്ചും തൃപ്തിയോടെയും കഴിക്കുക എന്നുള്ളതാണ്. ഭയങ്കര ടേസ്റ്റ്, നല്ല ടേസ്റ്റാണ്. അതായത് നമ്മൾ ഫുഡ് ഉണ്ടാക്കുമ്പോഴേ നമുക്ക് എല്ലാ ഇൻഗ്രീഡിയൻസ് എല്ലാം എല്ലായിടത്തും ഒക്കെ ഒരു ഏതാണ്ടൊക്കെ ഒരേപോലെ തന്നെ എല്ലാവരും ഫുഡ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ കേരളത്തിലുള്ളവരെല്ലാവരും ഫുഡ് ഉണ്ടാക്കും. കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളെല്ലാം എല്ലാവർക്കും അവൈലബിൾ ആണല്ലോ. ഉണ്ടാക്കുന്ന രീതിയിൽ വ്യത്യാസം. എനിക്ക് ഇഷ്ടമാണ് ചേട്ടാ പാചകം ചെയ്യാനും എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കാനും ഒക്കെ ഇഷ്ടമാണ്. അതേപോലെ ഈ ടാലൻറ്റ് ഉണ്ട്. ടാലൻറ്റ് വെച്ച് വേണം ഇത് ഫുഡ് ഉണ്ടാക്കാനുള്ള ഒരു ടാലൻറ്റ് വേണം. അതിൻ്റെ കൂടെ ഈ മനസ്സും കൂടെ ഇതിൻ്റെ കൂടെ വരും. ചിലപ്പോ മക്കള് ഈ 2 മക്കളാണ്, മോളും മോനും. മൂത്ത മോള്, രണ്ടാമത്തെ മോൻ. എന്നാ ചെയ്യുക? മോള് അവള് ഈ മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷനാണ് അവളുടെ പ്രൊഫഷൻ. കല്യാണം കഴിഞ്ഞു, 2 കുട്ടികളുണ്ട്. ഒരാൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു, ഒരാൾ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. മോന് പിന്നെ ഇപ്പോൾ UK വെയിൽസിലാണ്. അവന് IT ആണ് അവൻ്റെ പ്രൊഫഷൻ. മാരീഡ് ആണ്, ഒരു കൊച്ചുണ്ട്, അവൾ അവിടെയാണ്. എല്ലാരും അപ്പൊ നാട്ടിൽ വരുമ്പോ നല്ല രസമായിരിക്കും. ഇവര് പക്ഷെ ഇവിടെ ഉണ്ട്, എന്നാലും മറ്റേ പിള്ളേരൊക്കെ നാട്ടിൽ വരുമ്പോഴേ അപ്പൂപ്പന്റെ അമ്മൂമ്മയുടെ കൂടെ ഇങ്ങനെ അവർക്ക് ഇഷ്ടമാണോ നാട്ടിലൊക്കെ? ഇപ്പോഴും അവർക്ക് ഇഷ്ടമാണ്. ഇപ്പോഴും ഈ എൻ്റെ ഇവിടെ ഉള്ള 2 കൊച്ചുമക്കളും അവര് ഒരു അവസരം കിട്ടിയാൽ അല്ല ശനിയാഴ്ചയും അല്ലെ വെള്ളിയാഴ്ചയൊക്കെ എൻ്റെ അടുത്ത് വന്ന് കിടക്കുന്നു, തൊട്ടടുത്ത് തന്നെ. അത് പക്ഷെ ദേഷ്യം വരുമ്പോഴൊക്കെ ചെയ്യും. അത് പിള്ളേരൊക്കെ ദേഷ്യം ഇവിടെ ഉണ്ട്. അതാ ഞാൻ പറയുന്നത്, ഈ പിള്ളേർ തള്ളരുതെന്നൊക്കെ പറയുന്നതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. കുറേയൊക്കെ തള്ളണം പിള്ളേരെ. അതായത് പണ്ടൊരു അത് പറഞ്ഞിട്ടുണ്ട്, നല്ല തല്ല് പോലും കൊള്ളാതെ കിടന്നുറങ്ങുന്ന കുട്ടികളുണ്ട്. കിടന്നിട്ട് ഞാനും പറയുന്ന ചേട്ടൻ പറയുന്ന ശരിയാ, പിള്ളേരാന്നേല് ഇങ്ങനെ 2 തല്ലും 2 വഴക്കും ഒക്കെ കൊണ്ടാലേ ആ സ്നേഹം ഉണ്ടാവത്തുള്ളൂ അല്ലെ? അല്ല ചുമ്മാ നമ്മളെല്ലാം ആർട്ടിഫിഷ്യൽ. അവരെ പിള്ളേരെ കൊല്ലാൻ വേണ്ടിയല്ലല്ലോ തല്ലുന്നത്, നമ്മൾ അവരെ നന്നാവാൻ വേണ്ടിയല്ലേ. അല്ല നമ്മൾ അയ്യോ തല്ലണോന്ന് വെച്ച കാലത്ത് എണീച്ച് 2 തല്ലും. സത്യമാണ്, സ്നേഹം കൂടുന്നോണ്ട് തെറ്റ് ചെയ്യരുത് എന്ന് വിചാരിച്ച് നല്ല ഭാവി ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ച് തീർച്ചയായിട്ടും നമ്മളെ തല്ലിയ നമ്മുടെ കാരണവന്മാരെയും അല്ലെങ്കിൽ അച്ഛനെ അമ്മ ആരായാലും കാരണവന്മാരായാലും അല്ലെങ്കിൽ അധ്യാപകരായാലും നമ്മളിന്ന് ബഹുമാനിക്കുകയേ ഉള്ളൂ. ഒരിക്കലും അവരെ ചീത്തയായിട്ട് നമ്മൾ എപ്പോഴും കരുതുന്നില്ല. സത്യം, അവര് നമ്മളെ അന്ന് തല്ലിയോണ്ടാന്നു പിന്നെ നമ്മൾ ആ തെറ്റിലോട്ട് പോകുമ്പോ നമ്മൾ പിൻവാങ്ങുന്നേ. സത്യമാ, അതുകൊണ്ട് നമ്മൾ ആ നേരം ദേഷ്യം തോന്നുമായിരിക്കാം, പക്ഷെ പിന്നെ അതൊരു നല്ല തീർച്ചയായിട്ടും അതൊക്കെ വേണം. ഇപ്പോൾ നമ്മൾ ഈ വെസ്റ്റേൺ സംസ്കാരമാണ് ഈ പിള്ളേരെ തല്ലരുതെന്ന് പറയുന്നത്. വെസ്റ്റേൺ സംസ്കാരം അതിന്റെ ആവശ്യമില്ല, അതാണ് തെറ്റ് കണ്ടാ ശിക്ഷിക്കുക തന്നെ വേണം. ചേട്ടാ ഈ ശരിക്കും നാടകത്തിലൊക്കെ അഭിനയിക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനം കിട്ടുന്ന ഒരു അവാർഡ് കിട്ടുമ്പോന്ന് പറഞ്ഞേ, അപ്പൊ ഈ സിനിമയിലൊക്കെ വരുമ്പോഴും നമുക്ക് ഏറ്റവും കൂടുതൽ അവാർഡ് കിട്ടുമ്പോഴല്ലേ നമുക്ക് ഏറ്റവും കൂടുതൽ എൻകറേജ്മെന്റ് വരുന്നത്. ചേട്ടന് ഏതൊക്കെ കിട്ടിയേക്കുന്നേ? എനിക്ക് 7 പ്രാവശ്യം സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. സംടൈംസ് കിട്ടി 2 പ്രാവശ്യം സിനിമയ്ക്ക്, 5 പ്രാവശ്യം TV ക്ക്. അപ്പോൾ ഈ അവാർഡ് കിട്ടുന്നത് എപ്പോഴും എല്ലാവർക്കും കിട്ടുന്നതെല്ലാം ശരിയാണ് എന്നൊന്നും അങ്ങനെയല്ല, അതിൻ്റെ അല്ല. പക്ഷെ അവാർഡ് കിട്ടുമ്പോൾ കിട്ടുന്നവർക്ക് അത് പ്രചോദനം തന്നെയാണ്. തീർച്ചയായിട്ടും. പിന്നെ ചേട്ടന് ഇഷ്ടപ്പെട്ട് ചേട്ടൻ ചെയ്ത ഒരു ക്യാരക്ടർ ഏതാ മനസ്സറിഞ്ഞ്? സിനിമയായാലും സീരിയലിലായാലും? സിനിമയിൽ യാതൊരു സംശയമില്ല വിധേയൻ തന്നെയാണ്. കാരണം അതുപോലുള്ള ഒരു ക്യാരക്ടർ നമ്മളെപ്പോലുള്ള ഒരു ആക്ടർക്ക് ആരും തരാൻ സാധ്യതയില്ല. അങ്ങനെയുള്ള അത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ. അവൻ സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടറാണെന്ന് വെച്ചാൽ ഞാൻ വിധേയനിലെ തൊമ്മി.
ചേട്ടാ ശരിക്കും ഈ നാടകത്തിലും ചേട്ടൻ വർക്ക് ചെയ്തു, സിനിമയിൽ വർക്ക് ചെയ്തു, സീരിയലിൽ വർക്ക് ചെയ്തു, ഔദ്യോഗിക ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ചേട്ടാ നല്ല പുസ്തകം എഴുതോ? ആനാ ചിരിച്ചേ? അല്ല ഇതുവരെ എഴുതിയിട്ടില്ല. പക്ഷെ നല്ല നല്ല അനുഭവങ്ങളാണ് ചേട്ടനുള്ളത്. ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള കാര്യമാണ്. അന്നൊന്ന് ശ്രമിച്ചൂടെ ചേട്ടാ? ബാക്കിയുള്ളവർക്ക് ഒരു ഗൈഡ് ലൈൻസ് ആവട്ടെ. ചെയ്യണേ. ചേട്ടാ പുലിമുരുകനിലെ ഒരു ഭയങ്കര സെൻസേഷണൽ ഡയലോഗ് ഉണ്ട്. അത് കേൾക്കുമ്പോൾ ഭയങ്കര ഗൂസ് ബംസാ. അതൊന്ന് പറയാവോ? കേട്ടറിവിനേക്കാൾ വലുതാണ് മുരുകൻ എന്ന സത്യം. ഞാനൊരു ചെറിയൊരു ഭേദഗതി വരുത്തിപ്പോട്ടെ. എന്നാ അതൊന്ന് പറഞ്ഞ. കേട്ടറിവിനേക്കാൾ വലുതാണ് ആനയുണ്ടാക്കിയ ഈ ഞണ്ടെന്ന സത്യം. അയ്യോ താങ്ക് യു. എന്നാ നല്ലൊരു കമ്പാരിസൺ അല്ലേ? ആരാ പുലിമുരുകനെ വെച്ചാ നമ്മളെയൊക്കെ പാവം കമ്പയർ ചെയ്തേ. പക്ഷെ സന്തോഷമുണ്ട് എന്റെ ഷോയിലൊന്ന് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞാൽ. ഐ എം സോ താങ്ക്ഫുൾ ചേട്ടാ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു പ്രിപ്പയർ ചെയ്യുന്ന രീതി, വർത്തമാനം പറയുന്നതിൽ ആ ഒരു കുലീനത്വം, അതുപോലെ തന്നെ ഇവിടെ ചെയ്യുമ്പോൾ ഉള്ള ആ ഒരു വൃത്തി. താങ്ക് യു ചേട്ടാ. വെരി ഗുഡ്. റിയലി ടു ബി അപ്രീഷിയേറ്റഡ്. എൻ്റെ പ്രേക്ഷകരോട് എനിക്ക് ഒരു കാര്യം, ചേട്ടൻ എൻ്റെ അടുക്കളയിൽ വന്നപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു. ഒരു ചേട്ടൻ, ഒരു മൂത്ത ജ്യേഷ്ഠൻ്റെ സ്ഥാനം അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു അച്ഛൻ്റെ സ്ഥാനം ഒക്കെ എനിക്ക് ആ ഒരു ഭയങ്കര ഒരു തൃപ്തി തോന്നി ചേട്ടൻ എൻ്റെ അടുക്കളയിലേക്ക് വന്നപ്പോൾ. അതിൽ ഒരു കാര്യമുണ്ട്, ചേട്ടൻ രണ്ട് നല്ല ആസ്വദിച്ച് കഴിക്കുന്നുണ്ട് കേട്ടോ. എനിക്കത് ഭയങ്കര തൃപ്തി തോന്നി. I love അതാ